ഹലോ എവ്രി വൺ, വെൽക്കം ടു ടോപ്പേഴ്സ് ടോക്ക് അറ്റ് ഫോർച്യൂൺ IAS അക്കാഡമി. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വിജയം നേടിയ ദേവി കൃഷ്ണയും സായന്തുമാണ്. ഒരുമിച്ച് പഠിച്ച് എങ്ങനെയാണ് UPSCക്ക് സക്സസ്ഫുൾ ആവുന്നത്? നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ദേവി ആൻഡ് സായന്ത് ഇവിടെ 2021-22 ബാച്ചിലാണ്. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചു, ഇപ്പോൾ ഒരുമിച്ച് വിജയിച്ചു. നിങ്ങൾക്ക് ഫോർച്യൂൺ വരുന്നതിന് മുമ്പ് പരസ്പരം പരിചയമുണ്ടോ? അത് ഇവിടെ വന്നാണോ പരിചയപ്പെട്ടത്? ഇല്ല സർ, ഫോർച്യൂണിൽ വരുന്നതിന് മുമ്പ് പരിചയമില്ല. ഇവിടെ കൊറോണ ടൈമില് 2021-22 ബാച്ചിലായിരുന്നു, ഫസ്റ്റ് ബാച്ചിലായിരുന്നു ഞങ്ങള്. അപ്പം ഒരു നവംബർ ഡിസംബർ വരെ ഐ തിങ്ക് മൊത്തം ഓൺലൈൻ ആയിരുന്നു. അപ്പൊ സൈലേഷ് സാറിന്റെ ക്ലാസ്സിലായാലും അല്ലെങ്കിലൊക്കെ ഇപ്പം ദേവി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു, സായന്ത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇതിന്റെ ആൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് പേര് ഞങ്ങൾക്കും ബാക്കിയുള്ളവരെയൊക്കെ അറിയാവുന്ന അങ്ങനത്തെ ഒരു അക്വൈന്റൻസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സസ് വന്നപ്പോഴാണ് പിന്നെയും പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ റീഡിംഗ് റൂം ഞങ്ങൾ രണ്ടുപേരും ഫോർച്യൂണിൽ തന്നെ എടുത്തിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ടാണ് പിന്നെ പിയർ ഗ്രൂപ്പും സച്ചിനും പാർവതി എന്റെ റൂംമേറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് പിയർ ഗ്രൂപ്പ് സെറ്റായിട്ട് കൂടുതൽ ഞങ്ങൾ പരിചയമാവും. സർ, അതിൻ്റെ അകത്ത് സച്ചിനും ഞാനും സെയിം മെന്ററിന്റെ കീഴിലായിരുന്നു. അപ്പോൾ നമ്മള് സാറ് മോക്കായിട്ട് കുറച്ച് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സാറ് പറയും, അതായത് ആദ്യം കിട്ടുന്ന ആൾക്കാർ ആൻസർ ചെയ്യുക. അപ്പം ഒന്നുകിൽ ഞാനും സച്ചിനും ഒക്കെ ആയിട്ട് പെട്ടെന്ന് നമ്മൾ ആൻസേഴ്സ് പറയുമ്പോൾ നമ്മൾക്കറിയാം ഹീ സീരിയസ്. അപ്പം എനിക്കും സച്ചിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഐ വാസ് പ്രെറ്റി മച്ച് കോൺഫിഡൻറ്റ് ദാറ്റ് ഹീസ് എ ജെനുവിൻ കാൻഡിഡേറ്റ് ഫോർ ദിസ്. അപ്പം നമ്മൾ പിന്നെ ആ ഒരു രീതിയിലാണ് ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ആസ് ദേവി മെൻഷൻ, അങ്ങനെയാണ് ആ ഫ്രണ്ട്ഷിപ്പും ആ ഒരു ഇതും ഫോം ചെയ്തത്. ഇപ്പൊ നിങ്ങളുടെ ഈ 4 പേരുടെ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് 3 പേർക്ക് കിട്ടി, ഇൻക്ലൂഡിങ് പാർവതി, ആൻഡ് ഹോപ്പ്ഫുള്ളി സച്ചിൻ നെക്സ്റ്റ് ഇയർ കിട്ടുമായിരിക്കും. അപ്പോൾ പക്ഷെ നിങ്ങൾ ഈ പിയർ ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതൊന്ന് ഇവോൾവ് ചെയ്തത്? നിങ്ങൾക്ക് എന്തെങ്കിലും എങ്ങനെയാണ് അത് നിങ്ങൾ പരസ്പരം ചൂസ് ചെയ്തത്? സർ, ഇപ്പം നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ പിയർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴും നമ്മളെല്ലാവരും വേഗം നമ്മൾ ഫ്രണ്ട്സ് ആയി എന്നിട്ട് നമ്മൾ പിയർ ഗ്രൂപ്പ്, അങ്ങനെയല്ല. നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ സെറ്റ് ഡിഫൈൻ. ഇപ്പൊ ഞാൻ ജോബ് റിസൈൻ ചെയ്തിട്ട്, അതായത് ഒരു MRFലെ ജോബ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് ഒരു ഗവൺമെന്റ് ജോബ് പോലെ കൺസിഡർ ചെയ്യുന്ന ഒരു ജോബാണ്. കാരണം അത് അത്രയും സ്റ്റെബിലിറ്റി ഉള്ള ജോബ്. അത് റിസൈൻ ചെയ്ത് വരുന്ന സമയത്ത് ഐ വാസ് പ്രെറ്റി മച്ച് എന്താ പറയുക, എന്റെ എയിം എന്താണെന്ന് ഞാൻ ഡിഫൈൻ ചെയ്തത്. അപ്പം ബാക്കി ഇവിടെ ഉണ്ടാവുന്നതെല്ലാം ആ എയിമിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്നുള്ള രീതി, അത് ഫ്രാങ്ക്ലി പറയണം. ഫ്രണ്ട്ഷിപ്പ് ആയാൽ പോലും നമ്മൾ ആ അൾട്ടിമേറ്റ്ലി UPSC ആ PDF എത്തുക എന്നുള്ള എയിമിലാണ്. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ ആ ഒരു അത്രയും സ്ട്രോങ് എയിം കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരിക്കണം എന്ന് എനിക്കും നിർബന്ധമുണ്ടായിരുന്നു. അപ്പൊ സച്ചിന്റെ ഞാൻ സെയിം മെന്ററായ സമയത്ത് എനിക്ക് മനസ്സിലായി ഹി ഹാസ് ദാറ്റ് ക്വാളിറ്റി. ദേവിയുടെ ഒരു ഫണ്ണി ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നന്ദഗോപൻ സാറിന്റെ ഒരു ക്ലാസ്സിലുള്ള സമയത്ത് ഞാനൊരു ടൈറ്റിൽ റിലേറ്റഡ് എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ എനിക്ക് സാറ് പറഞ്ഞ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വീട്ടിലെത്തിയ സമയത്ത് എനിക്ക് ടെലഗ്രാമിൽ ഒരു മെസ്സേജ്, ഒരു യൂട്യൂബ് വീഡിയോന്റെ ലിങ്ക് വരുന്നു. ലൈക്ക് ഷീ വാസ് ഇൻട്രൊഡ്യൂസിങ് ലൈക്ക് ദേവിയാണ്, ഇന്നൊരു ഡൗട്ട് വരുന്നത്, മേ ബി ദിസ് വീഡിയോ ക്യാൻ ഹെൽപ്പ് ക്ലിയർ യുവർ ഡൗട്ട്. ഞാനത് കണ്ടപ്പോൾ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ലൈക്ക് അങ്ങനെ ഒരു, അതായത് ആ വീഡിയോന്റെ ദാറ്റ് വാസ് കൈൻഡ് ഓഫ് ക്വാളിറ്റി, ഒരു നാസ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു ഇതിലാണ്. അപ്പൊ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്യണമെങ്കിലും അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിലും ഷീ ഹാസ് സം കൈൻഡ് ഓഫ് ആൻ ഇന്റലക്ച്വൽ കാപ്പബിലിറ്റി എന്ന് മനസ്സിലായി. അപ്പൊ എനിക്ക് മനസ്സിലായി ഷീ ഹാസ് ദാറ്റ് പൊട്ടൻഷ്യൽ. അങ്ങനെ അപ്പൊ നമ്മൾ പിന്നെയും നമ്മളിങ്ങനെ ഇതൊക്കെ ചെയ്ത സമയത്ത് ദെൻ ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂ ആൻഡ് വി സ്റ്റിക്ക് ഓൺ വിത്ത് അവർ പി ഗ്രൂപ്പ്. അതാണ് സംഭവിച്ചത്. പിന്നെ സർ, ഞങ്ങൾ റീഡിംഗ് റൂമിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ മീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് ഇരുന്നൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു വേവ് ലെങ്ത് മാച്ച് ആവണല്ലോ, അതേപോലെ നമ്മുടെ ആ ഒരു എയിമിലോട്ടുള്ള എല്ലാവരുടെയും എഫേർട്ടും വേണം. ഒരാൾ മാത്രം എഫേർട്ട് എടുത്താൽ പോരാ. 3 പേര് അല്ലെങ്കിൽ 4 പേരുള്ളപ്പോ എല്ലാവരും ഈക്വൽ എഫേർട്ട് എടുക്കുന്നത് ഞങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞിട്ടാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ അത് സോളിഡിഫൈ ആയിട്ട് വരുന്നത്. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് തന്നെ പഠിക്കാം എന്നൊരു ചിന്ത പോയില്ലേ? നിങ്ങളിപ്പോ പിയർ ഗ്രൂപ്പ് ആയിട്ടാണല്ലോ പഠിച്ചത്, അപ്പൊ ഒറ്റയ്ക്ക് തന്നെ പഠിക്കാം അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഒരിക്കലും പോയില്ലേ? സർ, ഒറ്റയ്ക്ക് പഠിക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളിവിടെ വരുന്നത്. പക്ഷെ ഇപ്പൊ പിയർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒന്നിച്ച് ചെയ്തു എന്നല്ല. ഇപ്പോ ഇനീഷ്യലി ഫസ്റ്റ് പ്രിലിംസ് എഴുതുന്നതിന് മുമ്പ് ഞങ്ങള് ഒബ്വിയസ്ലി ഒറ്റയ്ക്കിരുന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു സെറ്റ് ഡേ വെക്കും, സെറ്റ് ടൈം വെക്കും. അപ്പൊ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റിന് ഡിസ്കഷനിലായിരിക്കും പിയർ ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കുക. അല്ലെങ്കിൽ റിവിഷൻ ഇത്ര ടോപ്പിക്സ് നമുക്ക് തീർക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് എല്ലാം ഒന്നിച്ച് ചെയ്യുന്നു അങ്ങനെയല്ലല്ലോ പിയർ ഗ്രൂപ്പിന്റെ ഒരു ഡൈനാമിക്സ്. അത് ഓരോരുത്തർക്ക് ചിലപ്പം എക്സ്ട്രാ ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ അതും കൂടി അഡ്രസ് ചെയ്തിട്ടായിരിക്കും പിന്നെ ചെയ്യുക. സർ, അതിലെന്ന് പറഞ്ഞാൽ ഞാൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാൽ കിട്ടണം. അതായത് നമ്മൾ റീഡിംഗ് റൂമിന്റെ ആ ഒരു നമ്മൾ ആ വോളിന്റെ ക്യൂബിക്കലിന്റെ സ്ട്രെയിറ്റ് നോക്കിയിട്ട് വേറെ ചുറ്റും അപ്പുറം ഇപ്പോഴും നോക്കാതെ, കാരണം അങ്ങനെ കുറെ സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതിന് മുന്നേ വന്ന IAS ഓഫീസറൊക്കെ അങ്ങനെ പഠിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഇംപ്രഷൻ ആയിരുന്നു. അതിനെ ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് സച്ചിനൊക്കെയാണ്. സച്ചിനിലേക്ക് നമുക്കൊന്ന് ചായ കുടിക്കാൻ ഇറങ്ങാം. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവോൾവ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെയുള്ള ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഫോർച്യൂണിന്റെ നമ്മുടെ ഓൾഡ് ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന 2-3 ഫോട്ടോസ് അത് എന്ന് പറഞ്ഞാൽ പിയർ രമിത് സാറിന്റെയും
ഹരി കലിക്കട്ട് സാറിന്റെ പിന്നെ നമ്മുടെ സഫ്ന മാമിന്റെ ഒക്കെയുള്ള ഫോട്ടോസ്. ദേവി നന്ദൻ. അപ്പം ഞാൻ പിന്നെ സച്ചിനൊക്കെ ഇന്റർവ്യൂ നമ്മളിങ്ങനെ പിയർ ഗ്രൂപ്പ് ഫോം ചെയ്യണമെന്നുള്ളത്. അപ്പം എനിക്ക് ഈ ഒരു ഇമേജസ് ഒക്കെയാണ് വന്നത്. അപ്പൊ നമ്മുടെ ഒരു ഫോട്ടോയും കൂടെ. അപ്പൊ ഈ പിയർ ഗ്രൂപ്പ് ആക്ച്വലി വർക്ക്ഔട്ട് ജെന്യുവിൻ ആയിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പിയർ ഗ്രൂപ്പ് ആണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുക എന്ന് എനിക്കും നമുക്ക് പേഴ്സണലി മനസ്സിലായപ്പോഴാണ് ഓക്കെ നമുക്ക് എന്നാൽ പിയർ ഗ്രൂപ്പ് ആയിട്ട് തന്നെ പഠിക്കാം. അതിന്റെ കൂടെ തന്നെ ഇൻഡിവിജ്വൽ എഫേർട്സും ഉണ്ട് സർ. അപ്പോ പിയർ ഗ്രൂപ്പ് ആവുമ്പോൾ വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ ഡിസഗ്രിമെന്റ്സ് വരാം. ആൻഡ് ഒരാളുടെ സ്ട്രെങ്ത് വേറൊരാളുടെ വീക്ക്നെസ് ആവാം. പക്ഷെ അത് കാരണം ചിലപ്പോൾ സ്ലോ ആയിട്ട് പോവാം. അങ്ങനെ പല ഡിഫറൻസസ് വരാം. അപ്പൊ അതെല്ലാം നിങ്ങൾ എങ്ങനെയാ ഓവർകം ചെയ്തത്? സർ ഇപ്പം ഡിസഗ്രിമെന്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാനും സച്ചിനും ഇപ്പം കമ്പയർ ടു ദേവിന്റെ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ പ്രിലിംസിന്റെ ആസ്പെക്ടിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളൊരു മെത്തഡോളജിയിൽ ഫോളോ ചെയ്താണ് അത് എനിക്കും കൂടെ സ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം വരികയും ഒരാഴ്ചയിൽ നമ്മൾ 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ ദേവി പറയും ഇത്രയും വേണ്ടല്ലോ, നമുക്ക് കുറച്ചും കൂടെ റിവിഷന് ഫോക്കസ് ചെയ്യാം. പക്ഷെ എനിക്ക് കാര്യങ്ങള് ഇത് ചെയ്ത് കഴിഞ്ഞത് ഓർത്തിരിക്കണം എന്നും കൂടി എന്റെ ഉണ്ട്. കാരണം എനിക്ക് പെട്ടെന്ന് മറന്നുപോകും. അപ്പൊ എന്നെ സംബന്ധിച്ച് ചെയ്യണം, നോട്ട്സ് ഉണ്ടാക്കണം, ഓർത്തിരിക്കണം. അപ്പൊ ഇതെല്ലാം കൂടി ഒരു ആഴ്ച ഈ പറഞ്ഞ 4 ടെസ്റ്റ് എനിക്ക് വർക്ക്ഔട്ട് ആവുന്നുണ്ടായില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ഡിസഗ്രിമെന്റ്സ് വരുന്ന സമയത്ത് നമ്മൾ ഒരാഴ്ച നമ്മളൊന്ന് ചെയ്ത് നോക്കും. നമ്മൾ പറഞ്ഞ 4 ടെസ്റ്റ്. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും ഏതാണ് നമ്മൾ മെന്റലി ഭയങ്കരമായിട്ട് ഒരു ഫെറ്റീഗ് ഫീൽ ചെയ്യുമ്പോൾ ദെൻ വി കെയിം ടു റിയലൈസ് ആൻഡ് ദേവി പറഞ്ഞാലും കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതൊരു 3 ടെസ്റ്റ് ആയിട്ട് ചിലപ്പം കൊടുക്കും. അതായത് 3 ടെസ്റ്റ് ഇപ്പോൾ വീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മൺഡേ ഒരു ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള 4 ഡേയ്സ് നമ്മൾ പഠിക്കും. ഈ 4 ഡേയ്സും പ്ലസ് മൺഡേ ചെയ്ത ടെസ്റ്റിന്റെ ഒരു ഇവാലുവേഷൻ അനുസരിച്ച് നമ്മളൊരു നെക്സ്റ്റ് ടെസ്റ്റ് ചെയ്യും. ഫൈനൽ നമ്മുടെ സൺഡേ. അപ്പം സൺഡേ നമ്മുടെ ഒറിജിനൽ ടെസ്റ്റും ചെയ്യും. അപ്പം നമ്മുടെ ഒരു മെത്തഡോളജി ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ ദേവിയുടെ ആ ഒരു റിവിഷനും കൂടെ വെച്ചിട്ട് ആ ഒരു നമ്മൾ എപ്പോഴും ഓപ്പൺ ടു അഡാപ്റ്റ് ആ ഒരു ഇതായിരുന്നു. ഇനീഷ്യലി അങ്ങനെ വരില്ല. പക്ഷെ ഈ പറഞ്ഞ 4 ടെസ്റ്റ് ഒരാഴ്ച ചെയ്തു. അത് കഴിഞ്ഞ് വർക്ക്ഔട്ട് ആവില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സജഷൻസ് കൊണ്ടിട്ട് പിന്നെ ഇവഞ്ച്വലി ഇവോൾവ് ആയി വരുന്നതാണ് എല്ലാം ഒരു ബാലൻസ് ആയിട്ടായി വരും. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഒരാളുടെ വീക്ക്നെസ് ഒരാളുടെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് നോട്ട് മേക്കിംഗ് സ്ട്രോങ് ആണ്. പക്ഷെ സായന്തിന് എക്സാമ്പിൾസ് കൂടുതൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അത് രണ്ടും അത് അബ്സോർബ് ചെയ്യാനായിട്ട് ടൈം എടുക്കും. പക്ഷെ ഇവഞ്ച്വലി ഇറ്റ് ഇസ് ലൈക്ക് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. നമ്മള് ഗ്രൂപ്പായിട്ട് പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടല്ലേ? അതെങ്ങനെയാ നിങ്ങളെ ഹെൽപ്പ് ചെയ്തത്? എന്റെ അക്കൗണ്ടബിലിറ്റി ഒരു മെക്കാനിസം ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്തിരുന്നു? സർ ഞങ്ങക്ക് ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പൊ ഞാനും സായന്തും മെയിൻസിന് ഒന്നിച്ചിരുന്ന് പഠിക്കുമ്പോൾ ഞങ്ങള് സ്പീഡ് ഒരു പ്രശ്നമായിരുന്നു മെയിൻസ് ആൻസർ റൈറ്റിംഗിൽ. അപ്പോ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ദാറ്റ് രാവിലെ ഒരു 3/4 മണിക്കൂർ 45 മിനിറ്റ്സ് കൊണ്ട് 7 ക്വസ്റ്റ്യൻസ്, ടെക്നിക്കലി 7 ക്വസ്റ്റ്യൻസിന് 7 മിനിറ്റ്സ് വെച്ചിട്ട് 49 മിനിറ്റ്സ് ആണ്. ഒന്ന് റൺ ചെയ്തിട്ട് 45 മിനിറ്റ്സ് ആണ്. അപ്പം അതിന്റെ കാര്യം തന്നെ വരാണെങ്കിൽ ഇപ്പൊ ഞാൻ രാവിലെ എഴുതിട്ടിരുന്ന് എഴുതും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സായന്ത് എഴുതിയിട്ടില്ലെങ്കിൽ എനിക്ക് സായന്തിന്റെ എക്സാമ്പിൾസ് വേണം. അപ്പം ഐ വിൽ പുഷ് ഹിം ദാറ്റ് യു ഹാവ് ദിസ്, എന്നാലേ എനിക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. പിന്നെ സായന്തിനായാലും ഞാൻ എഴുതുന്ന കാണുമ്പോൾ ഒബ്വിയസ്ലി ആ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു പുഷ് എപ്പോഴും ഉണ്ട്. അത് നമ്മള് വീക്ക് ആയിരിക്കുന്ന ഒരു ഏരിയയില് മറ്റേ ആൾ ഇത്ര സ്ട്രോങ് ആണെങ്കിൽ അവിടെ നിന്ന് ഇത്തിരി പുള്ളും കൂടി വരും. അപ്പൊ അത് അങ്ങനെയാണ് ബാലൻസ് ആയിട്ട് പോവുക. സാർ അത് എനിക്ക് മാത്സിനോട് ഇഷ്ടമുള്ളൂ. ഞാൻ എപ്പോഴും അതിന്റെ ഒരു എനിക്ക് ലാസ്റ്റ് നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ എല്ലാ ദിവസവും എനിക്ക് എഴുതാൻ തോന്നത്തില്ല. അത് എല്ലാ ആസ്പിറൻസിനും ഉള്ള കാര്യമാണ്. അപ്പം പക്ഷെ ചിലപ്പോൾ ദേവി വിൽ ബി ഇന്നെ മോട്ടിവേറ്റഡ് ഒരു ലെവലിൽ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഡീമോട്ടിവേറ്റഡ് ആയിരിക്കുമ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് എഴുതാൻ തോന്നും. അപ്പോൾ ഷീ വുഡ് ബി പുള്ളിങ് മീ അപ്പ്. പക്ഷെ ഇതേ സമയം ഫ്ലിപ്പ് ചെയ്തിട്ട് ദേവി വുഡ് ബി. അപ്പൊ എന്താ പക്ഷെ നമ്മുടെ ഒരു ആ ഹാർട്ട് ബീറ്റ് പോലെ അപ്പ് ആൻഡ് ഡൗൺ പോകുന്ന സൈക്കിളിനെ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇതായിട്ട് ഒരു മീഡിയം ഒരു ആവറേജ്, അതാണ് നമുക്ക് മെയിൻസിന്റെ ഒക്കെ ടൈമിൽ ഒരു എന്തൊക്കെ സംഭവിച്ചാലും ഒരു ആവറേജ് 10 hours ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യും. ഇപ്പോൾ പ്രിലിംസിന്റെ ആ ഒരു 1 year നമ്മൾ എത്ര വേഴ്സ് ഡേ ആയി കഴിഞ്ഞാലും ഒരു 7 hours 6 hours ആവറേജ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് ഈ അക്കൗണ്ടബിലിറ്റി ഫാക്ടറാണ്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ഇൻഡിവിജ്വലി കോമ്പീറ്റും ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെയിലി നമ്മൾ അതായത് ഇപ്പം ഞാൻ ഒരു എക്സാമിന് എനിക്ക് മാർക്ക് കിട്ടി, അപ്പൊ ചിലപ്പോൾ ആ സബ്ജക്ട് എന്നെ പഠിപ്പിച്ചത് ചിലപ്പോൾ ദേവി ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ വൈസ് വേഴ്സ. അപ്പൊ എന്നെക്കാണ് അപ്പം ഓക്കെ അപ്പം ഞാൻ എന്തുകൊണ്ട് പുറകോട്ട് പോയി എന്നുള്ള ആ ഒരു കോൺസ്റ്റന്റ് തോട്ട് നമ്മളെ വീണ്ടും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉള്ളത് കൊണ്ടും അതും നമ്മളൊരു അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പൊ സോഷ്യോളജി എന്റെ നോട്ട്സ് വെച്ചിട്ടാണ് ഇനി സായന്ത് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് അവസാനത്തേക്ക് വരുമ്പോ സായന്തിനാണ് കൂടുതൽ മാർക്ക് കിട്ടുക. അപ്പൊ പിന്നെ എനിക്കറിയാം എന്തുകൊണ്ട് കിട്ടി. അപ്പോ അല്ല സാർ, അതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന രീതിയില്ല. അപ്പൊ എന്റെ നോട്ട്സ് നോക്കി പഠിച്ചിട്ട് ഹൗ കം ഹി ഗോട്ട് എന്ന് വെച്ചാൽ അപ്പം എക്സ്ട്രാ എക്സാമ്പിൾസ് ഇടുന്നത്. അപ്പം എന്റെ നെക്സ്റ്റ് ടെസ്റ്റിന് ഞാൻ ഈ പറഞ്ഞ ന്യൂസ് പേപ്പറിൽ നിന്ന് കാണുന്ന സാധനം എന്റെ തലയിലേക്ക് ഓട്ടോമാറ്റിക്കലി ഫീഡ് ആവും. അപ്പൊ അങ്ങനെ ഒരു
പരിപാടി കൂടി ഉണ്ട്. ചില ആൾക്കാർക്ക് ഒരു ഭയങ്കര നാരോ മൈൻഡ് സെറ്റ് ഉണ്ട്. അതായത് എന്റെ നോട്ട്സ് വേറെ ആരെയും കാണിക്കില്ല, അല്ലെങ്കിൽ എന്റെ നോട്ട്സ് കണ്ട് അവൻ മാർക്ക് വാങ്ങിക്കണ്ട. അപ്പം അത് നിങ്ങളിപ്പോ ഭയങ്കര പരസ്പരം കോപ്പറേറ്റ് ചെയ്താണ് മാർക്സ് സ്കോർ ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു മെന്റാലിറ്റി എങ്ങനെയാണ് ഓവർകം ചെയ്തത്? സർ, ഐ തിങ്ക് അതൊരു ഭയങ്കര സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് സർ ഒരു പിയർ ഗ്രൂപ്പ് ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പാർട്ട്ണർ ആവുമ്പോൾ ദർ ഇസ് ലോട്ട് ഓഫ് ഗീവ് ആൻഡ് ടേക്ക്. അപ്പം ഞാൻ ശരിയാണ് എന്റെ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്റെ മാത്രം നോട്ട്സ് അല്ല. ഇപ്പം ശരി സോഷ്യോളജിയുടെ എന്റെ നോട്ട്സ് ആയിരുന്നു, പക്ഷെ പ്രിലിംസിന്റെ മെയിൻസിന്റെ ആയാലും സായന്റിന്റെ ഇൻപുട്സും ഉണ്ട് അതില്. ഇപ്പൊ സ്റ്റാറ്റിക് പാർട്ട് ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ കണ്ടംപററി റെലവൻസ് ഉള്ള എക്സാമ്പിൾസ് സായന്റിന്റെ പോയിന്റ്സ് ആയിരിക്കും. എനിവേ ഇപ്പൊ നോട്ട്സ് ഞാൻ ഉണ്ടാക്കിയിട്ട് സായന്റിന് കൊടുത്തു എന്ന് പറയുകയാണെങ്കിലും ദർ ഇസ് എ ലോട്ട് ദാറ്റ് ഐ ഗെറ്റ് ഇൻ റിട്ടേൺ. അപ്പം ഇതൊരു എന്താ പറയാ സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. സാർ, അത് ബേസിക്കലി നമ്മളിപ്പം ഒരു ദിവസം ഞാൻ ദേവി എനിക്ക് സോഷ്യോളജി നോട്ട് വേണം എന്ന് ചോദിച്ച് ദേവി തരുന്ന ഒരു പ്രോസസ് അല്ല സാർ. അവിടെ സംഭവിക്കുന്ന വെച്ചാൽ ഇപ്പം ഞാനിപ്പോ സച്ചിന്റെ ആണെങ്കിൽ സച്ചിനാണ് നമ്മളിപ്പോ പ്രിലിംസിന്റെ അകത്ത് ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്യൂറേറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്പൊ നമുക്ക് ആ ഒരു ആഴ്ച ഇപ്പൊ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യേണ്ട, അല്ലെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യേണ്ട ആ ഒരു ഹെഡേക്ക് ഇല്ല. ഹി വുഡ് മേക്ക് ഷുവർ നമുക്ക് ആ ആഴ്ച ചെയ്യേണ്ട ആ ഒരു ഇതുണ്ടല്ലോ, പേപ്പേഴ്സ് ഒക്കെ സെലക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരും. ദെൻ നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കുന്ന കുറച്ച് എന്തെങ്കിലും നോട്ട്സ് അല്ല നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് മെത്തഡോളജി അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാം. ഇപ്പൊ ദേവീന്റെ എന്റെയും കാര്യം എന്ന് വെച്ചാൽ GS നമ്മൾ ഓപ്ഷണൽ ഈ ഒരു ഷെയറിംഗ് വരുന്നതിനെക്കാട്ടി മുമ്പിട്ട് GSന്റെ നോട്ട്സ് നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയായിരുന്നു സാർ. അവിടെ നമ്മൾ കൊടുത്തിപ്പോ ഞാൻ കുറച്ചും കൂടെ എക്സാമ്പിൾസ്, ഞാൻ ന്യൂസ് പേപ്പറിന്ന് ഇപ്പം ഇവർ കാണാത്ത ചിലപ്പം എക്സാമ്പിൾസും ചില കാര്യങ്ങളും ഞാൻ ഇവർക്ക് ഷെയർ ചെയ്യാം. അപ്പം ദേവി മൈറ്റ് ഹാവ് ഫൈൻഡ് ഇറ്റ് ഹെൽപ്ഫുൾ. അപ്പൊ ഞാൻ 1 മണിക്കൂർ ഇരുന്ന് ന്യൂസ് പേപ്പർ വായിച്ചാലും ഞാൻ കാണാത്ത കുറെ സാധനങ്ങൾ ഇവൻ പൊക്കിക്കൊണ്ട് വരും. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് എക്സാമ്പിൾസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതായിരിക്കും ഞാൻ എന്റെ നോട്ടിൽ എഴുതുന്നത്. ബേസിക്കലി അതൊരു എന്റെ നോട്ടല്ല, ഞങ്ങളുടെ നോട്ടാണ്. നേരത്തെ ദേവി മെൻഷൻ ചെയ്തു നോട്ട് മേക്കിങ്ങിനെ കുറിച്ച്. അത് UPSC സക്സസിൽ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പില്ലറാണ്. അപ്പൊ പ്രിലിംസിനും മെയിൻസിനും ഉള്ള നോട്ട് മേക്കിംഗ് അതിനെ കുറിച്ച് ഒന്ന് ഇലാബറേറ്റ് ചെയ്യാമോ? സർ, എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റില് നോട്ട് മേക്കിംഗ് പ്രാക്ടിക്കലി ആബ്സെന്റ് ആയിരുന്നു, എക്സെപ്റ്റ് ഫോർ ദ ലെക്ചർ നോട്ട്സ്. ലെക്ചർ നോട്ട്സ് ഇപ്പൊ ഞാനും സായന്തായാലും എല്ലാവരുടെയും ക്ലാസ്സിലിരുന്ന് എഴുതുമായിരുന്നു. അത് സൈലേഷ് സാറിന്റെ ക്ലാസ്സിൽ സാറ് നോട്ട് എഴുതണ്ട എന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാർ കുറെ കണ്ടന്റ് പറയുന്നുണ്ട്. അപ്പൊ എഴുതുമ്പം നമ്മുടെ അറ്റൻഷൻ പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് സാർ അത് പറയുന്നത്. സാറിന് ആ ഒരു ഹോൾ പിക്ചർ നമ്മൾ കേൾക്കണം എന്നുള്ള ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലാണ് സാറ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സാറോട് സംസാരിച്ചപ്പോൾ ഹി ഹാസ് എ ഡിഫറെന്റ് സ്റ്റോറി, ലൈക്ക് പുള്ളി പറഞ്ഞു എന്തുകൊണ്ടാണ് അത് പറയുന്നത്. എനിക്ക് കണ്ടിന്യൂ. അപ്പോ ഞാനും സാറിന് പക്ഷെ സാറ് പറഞ്ഞാലും ഞങ്ങൾ ഇരുന്ന് എഴുതും. അപ്പൊ അതിന്റെ ചീത്ത ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇനീഷ്യലി. പക്ഷെ ഇപ്പം ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ സാറിനെ കണ്ടപ്പം സാർ അപ്പൊ ഞങ്ങളോട് ചോദിച്ചു അപ്പൊ പിന്നെ എല്ലാവരോടും എഴുതണോന്ന് പറയണോ? പക്ഷെ അങ്ങനെയല്ല, അത് പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ് ലെക്ചർ നോട്ട്സ് എഴുതണോ വേണ്ടിയോന്ന്. പക്ഷെ ദ തിങ് ഇസ് എഴുതുന്നവരോട് വേണ്ട എന്ന് പറയണ്ടെന്ന് സാറിനോട് പറഞ്ഞു. അപ്പൊ ലെക്ചർ നോട്ട്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സൈലസ് സാറിന്റെ മോഡേൺ ഇന്ത്യ പൊളിറ്റിയാണ് സൈലസ് സാർ എടുത്തിരുന്നത്. അപ്പൊ അത് ഭയങ്കര ഹാർഡ് കോർ ഫാക്ടുകളുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ അവിടെ സാറ് പറയുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ തലയിൽ മുഴങ്ങുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ എഴുതി വെക്കുക. ഫോർ ഇൻസ്റ്റൻസ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, ബബ്രുദ്ദീൻ ത്യാബ്ജി, ഫിറോഷി മേത്ത, KT തലാങ് എനിക്ക് എന്നെ ഉറക്കത്തിൽ ചോദിച്ചാൽ എനിക്ക് പറയും. കാരണം അതൊന്ന് സാറ് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്റെ നോട്ടിൽ എഴുതിയിട്ട് ഞാൻ അത് കണ്ട് ഫെമിലിയറൈസ് ആയിട്ടുണ്ട്. അപ്പൊ കുറെ ഫാക്ട് ഞാൻ എഫേർട്ട് എടുക്കാൻ തന്നെ എനിക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു ആസ്പെക്ട് ലെക്ചർ നോട്ട്സിലുണ്ട്. സെക്കൻഡ് പ്രിലിംസിന്റെ ഫസ്റ്റ് ഇയറിൽ ഞാൻ പറഞ്ഞത് നോട്ട്സ് ഉണ്ടാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് സീരീസ് ചെയ്തിട്ടായാലും നോട്ട് ഉണ്ടാക്കാത്തതുകൊണ്ട് അവസാനം എനിക്ക് റിവൈസ് ചെയ്യാനായിട്ടൊന്നുമില്ല. ഞാൻ സ്പെക്ടർ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഫസ്റ്റ് പ്രിലിംസിന് മുമ്പ്. അത് കഴിഞ്ഞ് പ്രിലിംസ് കഴിഞ്ഞിട്ട് ഒരു ഓറിയന്റേഷൻ സെഷനിൽ എന്തോ സബീൽ സാറ് ഞങ്ങളോട് പറഞ്ഞിരുന്നു, സാറ് പ്രിലിംസിന് നോട്ട് ഉണ്ടാക്കിയിരുന്നു ഓരോ സബ്ജക്റ്റിനും നല്ല കോംപ്രിഹെൻസീവ് ആയിട്ട്. കോംപ്രിഹെൻസീവ് യെറ്റ് കോമ്പാക്ട് ആയിട്ട് നോട്ട് ഉണ്ടാക്കിയിരുന്നു. അത് വെച്ചിട്ടാണ് പിന്നെ എന്റെ നോട്ട് മേക്കിംഗ്. അപ്പൊ ഞാൻ 2022 ജൂലൈ തുടങ്ങി എന്റെ 2023 പ്രിലിംസിന് വേണ്ടിയിട്ട് നോട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് ഓരോ സബ്ജക്റ്റിനും ഓരോ രീതിയിലാണ്. ഫോർ ഇൻസ്റ്റൻസ് മോഡേൺ ഇന്ത്യ വരുമ്പോൾ അതിൻ്റെ അത് കുറെ ടൈം ലൈൻ ബേസ്ഡ് ആണ്. കാരണം ഇപ്പൊ ഇഫ് യു ആർ അനലൈസിങ് ദ സബ്ജക്ട് സ്പെക്ട്രം എടുക്കുകയാണെങ്കിൽ ഒരു ചാപ്റ്റർ സെപ്പറേറ്റ് സോഷ്യൽ റിഫോംസിലാണ് വരുന്നത്. അപ്പം അത് ഇൻ ദ വൈഡർ പിക്ചർ ഓഫ് നാഷണൽ മൂവ്മെന്റ് എവിടെ ഫിറ്റിന് ആവണേന്ന് അറിയില്ല. കാരണം ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ടാണ്. പക്ഷെ ഒരു ടൈം ലൈൻ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനത്തെ ഒരു ഈ ആള് വൈസ്രോയ് ആയിരുന്നു, ഈ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ആവുന്നത്.
അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സോഷ്യൽ റിഫോം മൂവ്മെന്റ് വരുന്നത്. അപ്പൊ അത് ഇത്രയും ടൈം ലൈൻസ് മോഡേൺ ഇന്ത്യയിൽ ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അപ്പൊ ഓരോ സബ്ജക്റ്റിനും ഓരോ രീതിയിൽ ഞാൻ അത് സോഫ്റ്റ് കോപ്പി ആയിട്ടാണ് ഞാൻ ഗൂഗിൾ ഡോക്കിൽ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് മെയിൻസിന് വരുമ്പം ഞാൻ ഹാർഡ് കോപ്പി ആയിട്ട് ഉണ്ടാക്കിയിരുന്നത്. കാരണം അതിന് കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഓർത്തിരിക്കേണ്ടു. അതും അതിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MTS എടുത്തിരുന്നു. അപ്പൊ MTSൽ മൺഡേസ് ഓരോ സാറുമാരും ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ ഒരു 75 ടോപ്പിക്സ് എങ്കിലും നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അപ്പൊ ഞാൻ അത് മൊത്തം എഴുതി വെച്ചിട്ട് ആ ആഴ്ച മൊത്തം ഞാൻ ടിക്ക് ഇടും, ഇന്ന സാറിലൊക്കെ ഞാൻ ചെയ്തു. അപ്പൊ ഒരു A4 ഷീറ്റിന്റെ അകത്ത് 4 ടോപ്പിക് വെച്ചിട്ട് ജനറലി അപ്പൊ അത്രയും ഷോർട്ടായിട്ടേ നോട്ട്സ് ഉണ്ടാക്കുള്ളൂ. അപ്പൊ ബേസിക്കലി അത് വെച്ചിട്ട് അതിനെ പറ്റിയിട്ട് ഒരു 15 മാർക്ക് എഴുതാനായിട്ടുള്ള ടെക്നിക്കലി ഇല്ല. പക്ഷെ എനിക്ക് അതിനെ പറ്റിയിട്ട് ഒരു 1.5 പേജ് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കും. എന്നിട്ട് ഇത് കമ്പൈൽ ചെയ്തിട്ടാണ് നോട്ട് മേക്കിംഗ് ആയിട്ട് വരിക. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ സായന്റെ എക്സാമ്പിൾസ് ന്യൂസ് പേപ്പറിൽ നിന്ന് പിക്ക് ചെയ്യുന്നതൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്ത് അങ്ങനെ ബേസിക്കലി അത് റിലീജിയസ് ആയിട്ട് ചെയ്യണം ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ ഞാൻ 2022 ജൂണിൽ തുടങ്ങിയിട്ട് 2023 ആവുമ്പോഴാണ് എനിക്കതൊരു നോട്ടായിട്ട് വരിക. അപ്പം എന്റെ ഫ്രണ്ട്സ് കുറെ പേര് നോട്ട് മേക്കിംഗ് തുടങ്ങുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇനീഷ്യലി അയ്യോ ഒന്നും ആയിട്ടില്ല, ഇതിപ്പോ എങ്ങനെ ഇത്ര വലുതാവാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കുഞ്ഞു സ്റ്റെപ്സ് ആണ് അവസാനം ഒരു വലിയ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഇസ് ദാറ്റ് യു റിലീജിയസ്ലി സ്റ്റിക്ക് ടു വാട്ട് യു ആർ ഡൂയിങ്. സർ, ആ ലെക്ചർ നോട്ട്സിന്റെ ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനും എൻ്റെ ഫ്രണ്ട് അജാസ് ഒക്കെ ഉണ്ട്. ലൈക്ക് നമുക്ക് ഒരു പൊളിറ്റിയുടെ അല്ലെ മോഡേൺ ഇന്ത്യയുടെ ക്ലാസ് നമുക്ക് വേണമെങ്കിൽ എടുത്തു കൊടുക്കാൻ പറ്റും സൈലേ സാറുടെ ലെക്ചർ നോട്ട്സ് വെച്ച്. നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ അതായത് ഇപ്പൊ നമ്മൾ കുറേ ടെസ്റ്റ് പേപ്പർ ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ പ്രിലിംസ് എഴുതിയ ഒരാൾക്ക് മനസ്സിലായി ലാസ്റ്റ് 2 വീക്സ് നമ്മളൊരു അയ്യോ എനിക്ക് മോഡേൺ ഇന്ത്യ മൊത്തത്തിൽ ഒരു ഹോൾ പിക്ചർ ഒന്നും കൂടെ വേണം, ഒന്നും കൂടി ഈ ക്ലാസ് മൊത്തത്തിൽ ഒന്ന് കേട്ടാൽ നല്ലതായിരുന്നു എന്ന് പറയുന്നത്. കാരണം ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് ഒരു ഇമേജ് ആയിട്ട് ഒരു സ്റ്റോറി പോലെ നമ്മുടെ മൈൻഡിൽ കിടന്നാൽ മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, കോർ ഫാക്ട്സ് അല്ലാതെ. ഇപ്പോഴത്തെ UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അങ്ങനെ കണ്ടില്ല, പക്ഷെ ഇതിന് മുമ്പ് വരെ അങ്ങനെ ഉണ്ടായിരുന്നു ലോജിക്ക് വെച്ചിട്ട്. അവിടെയുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് ആ സ്റ്റോറിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഈ റാദർ ദാൻ നമ്മളിപ്പോൾ എക്സാമിന് 2 ദിവസം മുന്നേ സ്പെക്ട്ര അല്ലെ ലക്ഷ്മികാന്ത് തുറന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അല്ല നമ്മുടെ തന്നെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് നോക്കുമ്പോൾ കിട്ടുന്നത്. അത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ കുറെ ഫ്രണ്ട്സിനും ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി നമ്മുടെ പിയർ ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് ഒരു 2 ഡേ ഒരു 1 വീക്ക് മുന്നേ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഞാൻ ചിലപ്പോൾ മോഡേൺ ഇന്ത്യയുടെ മുഴുവനായിട്ട് എൻ്റെ നോട്ട്സ് വായിച്ചിട്ട് നമ്മൾ ഫ്രം സ്റ്റാർട്ടിങ് അതൊരു 4-5 മേ ബി ഒരു 8 മണിക്കൂർ ഒരു ഡേ നമ്മൾ മുഴുവൻ മോഡേൺ ഇന്ത്യക്ക് ഇരുന്നിട്ട് നമ്മൾ ഫുൾ റിവൈസ് ചെയ്യും. അപ്പൊ ഞാൻ നറേറ്റ് ചെയ്ത് ഫുൾ റിവൈസ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഒരിക്കലും ഒരു സ്പെക്ട്രം വായിച്ചാൽ കിട്ടുന്ന എനിക്ക് ഫീൽ ചെയ്യില്ല. അതാണ് ലെക്ചർ നോട്ട്സിന്റെ. സർ, പിന്നെ ഞാൻ ഇപ്പൊ മെയിൻസ് നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പൊ എല്ലാവരും ഇപ്പൊ നമ്മൾ ഇത് പറയുന്നതായിട്ട് എല്ലാവരും നോട്ട്സ് ഉണ്ടാക്കാൻ പോകുമ്പോൾ ഒരു വൺ ഓഫ് ദ മേജർ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ ഇത് ഭയങ്കര ഇലാബറേറ്റ് ചെയ്യും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ പുതിയൊരു സ്പെക്ട്രം ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ പുതിയൊരു ഇപ്പോൾ ഒരു പൊളിറ്റിയുടെ നോട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എഴുതിയ നോട്ട് ലാസ്റ്റ് ഒരു പുതിയൊരു ലക്ഷ്മികാന്ത് അത്ര ബൾക്കായി കഴിഞ്ഞാൽ ആ നോട്ടിന്റെ പേർപ്പസ് അത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്. ഇപ്പൊ നമ്മൾ പിയർ ഗ്രൂപ്പിലായപ്പോൾ ഗിവ് ആൻഡ് ടേക്കിൽ എനിക്ക് കിട്ടിയൊരു ലേണിംഗ് എന്ന് വെച്ചാൽ ദേവി നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് കൺസൈസ് ആവും. അപ്പൊ നമ്മളതിൽ ആവശ്യത്തിന് പോയിന്റ്സും വേണം, എന്നാൽ അത് എത്രത്തോളം കൺസൈസ് ആവണം. അത് നോട്ടിന്റെ വൺ ഓഫ് ദ മേജർ ക്രൈറ്റീരിയ. ഇത് നമുക്ക് ലാസ്റ്റ് മെയിൻസിന് നമുക്ക് ഒരു എക്സാമായിട്ട് നെക്സ്റ്റ് എക്സാമിലേക്ക് ഇപ്പോൾ GS 1 കഴിഞ്ഞിട്ട് GS 2ലേക്ക് കയറുന്ന സമയത്ത് ആ ഒരു വിൻഡോ കിട്ടും മാക്സിമം 1 hour. ലാസ്റ്റ് നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഹാർഡ്ലി ഒരു 2-3 പേജേ ഉണ്ടാവും, ഷീറ്റേ ഉണ്ടാവത്തുള്ളൂ. ആ ലെവൽ ഓഫ് നമുക്ക് കൺസൈസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് അത് ഓവർ ദി ഇയർ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ ആ ഒരു ഹോൾ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് മാക്സിമൈസ് ചെയ്യുന്നില്ല. സർ, നിങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് പ്രിലിംസ് പാസ്സായില്ലായിരുന്നു? ഇല്ല സർ. ആൻഡ് അത് കഴിഞ്ഞ് സെക്കൻഡ് അറ്റംപ്റ്റിൽ ഇപ്പോൾ നോട്ട്സ് ഉണ്ടാക്കിയ കാര്യം പറഞ്ഞു, റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് സബീലിന്റെ സെഷൻ അറ്റൻഡ് ചെയ്ത കാര്യം പറഞ്ഞു. അപ്പൊ വേറെ എന്തൊക്കെയായിരുന്നു സെക്കൻഡ് അറ്റംപ്റ്റിൽ ഡിഫറെന്റ് ആയിട്ട് ചെയ്തത്? സർ, സെക്കൻഡ് അറ്റംപ്റ്റിൽ നമ്മൾ എല്ലാ സെഷൻ തുടങ്ങുന്നതിനെക്കാട്ടി മുമ്പ് സൈലേ സാറിന്റെ ഒരു സെഷൻ ഉണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ ഒരു എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തതും എന്നെ സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് തോന്നുന്നു ഞാൻ റാങ്ക് ലിസ്റ്റ് കയറാൻ വൺ ഓഫ് ദ മേജർ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ചെറിയൊരു ഡ്രാഗ് പീരീഡ് ഉണ്ട്. ആ ഡ്രാഗ് പീരീഡ് വരുന്നത് വെച്ചാൽ നമ്മുടെ ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു മന്തിൽ. കാരണം നവംബർ നമുക്ക് വീണ്ടും നമ്മുടെ പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ് ഫസ്റ്റ് സൈക്കിൾ ഓഫ് ടെസ്റ്റ് സീരീസ് വരും. അപ്പോൾ എല്ലാവരും പതിയെ ഓണായി തുടങ്ങും. പക്ഷെ സാറ് പറഞ്ഞൊരു വൺ ഓഫ് ദ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം വർക്ക് ഈ 3 മാസം ഇടുന്നുണ്ട്, അതാണ് നമ്മുടെ ഫൈനലി നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക്
നമ്മളെ പേരുണ്ടാവോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇത് മേക്ക് ഷുവർ ചെയ്തു, എന്ത് ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓപ്ഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഈ ടൈമിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഓപ്ഷനിൽ ചേഞ്ച് ചെയ്യുന്നത്. കാരണം ഞാൻ കുറച്ച് ഇൻപുട്ട് ഇട്ട സമയത്ത് അതിനനുസരിച്ച് എനിക്ക് ഔട്ട്പുട്ട് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ദെൻ ഐ ഷിഫ്റ്റഡ് ടു സോഷ്യോളജി. ഞാൻ അത് ആ ഒരു സ്റ്റോറിയിൽ അങ്ങനെ പോയി. അതല്ലാതെ നമ്മൾ എത്തിക്സും എസ്സേയും നമ്മൾ വർക്ക് ഓൺ ചെയ്തു തുടങ്ങി. അതിന്റെ റീസൺ എന്താ വെച്ചാൽ നമ്മൾ GS ഒക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അത്രത്തോളം നമ്മൾ മെയിൻസിന്റെ ഒരു ഫോക്കസ്ഡ് ആയിരുന്നില്ല നമ്മുടെ ഫസ്റ്റ് പ്രിപ്പറേഷൻ പോയി. നമ്മൾ കുറച്ചും കൂടെ പ്രിലിംസ് ഫോക്കസ്ഡാണ്. അപ്പം എല്ലാവരും പറഞ്ഞു നമുക്ക് എസ്സേ ഒന്നും ലാസ്റ്റ് 3 months കൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എത്തിക്സിനും ലിമിറ്റേഷൻ, കാരണം നമ്മുടെ ഒരു ഹോൾ 10 to 12 ടെസ്റ്റ് വരുമ്പോൾ അതിനകത്ത് 2 or 3 അറ്റ് മാക്സ് 3 ടെസ്റ്റ് മാത്രമേ എത്തിക്സ് വരും. അതായത് ഒരു 2 വീക്കാണ് നമുക്ക് എത്തിക്സിന് കിട്ടുക. അപ്പം ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻസ് വീക്കിൽ നമുക്ക് കുറച്ചും കൂടെ GS 1, 2, 3 ഫോക്കസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് GS 1, 2, 3 മാർക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ ആ ഒരു എനിക്കൊന്ന് ആഗസ്റ്റിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതായത് എല്ലാ വീക്കും നമ്മൾ മിനിമം 2 എസ്സേ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഞാൻ ഇംഗ്ലീഷ് എൻ്റെ റൈറ്റിംഗ് അത്ര എബിലിറ്റി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഐ എം ഓൺ എ വീക്കർ സൈഡ്. പക്ഷേ ദേവി എന്നോട് നമ്മൾ കമ്പൈൻ ആയിട്ട് 2 essays എഴുതും. അത് ചിലപ്പോൾ ആദ്യത്തെ ആഴ്ചയൊക്കെ 4 പേജൊക്കെ എഴുതാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെയാണ് നമ്മൾ 12, ഞാനൊക്കെ ആദ്യം വിചാരിച്ചു ഞാൻ എങ്ങനെയാണ് ഈ 4 പേജുള്ള സാധനം 12 പേജിലേക്ക് എങ്ങനെ സ്ട്രെച്ച് ഓൺ ചെയ്യാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ചെയ്യാൻ പറ്റി. അത് ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഹെൽപ്പ് ചെയ്തത്. പിന്നെ എത്തിക്സിലും നമ്മളെ ഇംതിയാസ് നോട്ടിന്റെ സാറിന്റെ നോട്ട് മാത്രം, ബാലാജി അങ്ങനത്തെ ഒന്നും വെക്കാതെ ബേസ് നോട്ട് മേക്കിംഗിൽ പറയേണ്ട ഒരു പോയിന്റ് ആയിരുന്നു. എത്തിക്സില് ഇംതിയാസ് സാറിന്റെ ഒരു എത്തിക്സ് വീക്ക് ഉണ്ട്. അതൊരു മാരത്തോൺ പോലെ റൺ ചെയ്യുന്നത്. എനിക്ക് 6 or 8 hours പെർ ഡേ ഒരു വീക്ക് മൊത്തം ഇങ്ങനെയാണ് സാർ എത്തിക്സ് എടുത്ത് തീർക്കുന്നത്. അപ്പൊ സാറ് പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും എന്റെ നോട്ടിലുണ്ട്. അപ്പം ബേസിക്കലി എനിക്ക് ബാലാജി ഞാൻ വായിക്കണമെന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. പക്ഷെ അതൊരു എനിക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വന്നില്ല. കാരണം സാറിന്റെ നോട്ട് മൊത്തം ഉണ്ട്, അതില് തിയറി ഉണ്ട്, എക്സാമ്പിൾസ് ഉണ്ട്, പിന്നെ സാർ വേറൊരു പ്രിന്റ് ഔട്ട് തന്നിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചിട്ടായിരുന്നു എത്തിക്സ് വന്നിരുന്നത്. അപ്പം ഈ കാര്യം ഞങ്ങൾ ഈ ഫസ്റ്റ് പ്രിലിംസ് കഴിഞ്ഞിട്ടുള്ള പീരീഡിൽ നമ്മൾ എത്തിക്സിലും എസ്സേയിലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടും വർക്ക് ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ വി മേക്ക് ഷുവർ നമ്മൾ പ്രിലിംസ് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ മെയിൻസിൽ ഫ്ലോപ്പ് ആവരുത് എന്നുള്ളൊരു എയിം. കാരണം നമ്മുടെ പല മെന്റേഴ്സും നമുക്ക് പറ്റുന്ന കാര്യം അവർ 3, 4, 5 തവണയൊക്കെ ചിലപ്പം പ്രിലിംസ് പാസ്സായിട്ട് ചിലപ്പോൾ ഇതാകുമ്പോൾ അപ്പൊ ആ ഒരു ഇഷ്യൂ നമുക്ക് വരരുത് എന്നുള്ളത് സൈലേഷ് സാർ നമ്മളെ സ്പെസിഫിക്കലി ആ ഒരു 3 months ഇമ്പോർട്ടൻസ് ഞാൻ എപ്പോഴും അതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് സാർ. ആക്ച്വലി നമ്മൾ ജോലിയെല്ലാം രാജിവെച്ചിട്ട് UPSC പ്രിപ്പയർ ചെയ്യാൻ ഇറങ്ങി തിരിച്ചതാണ്. ആൻഡ് ഫസ്റ്റ് ടൈം തന്നെ നമുക്കൊരു ഫെയിലിയർ വന്നു. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി സെൽഫ് ഡൗട്ട്, മെന്റൽ ബ്ലോക്സ് എല്ലാം വരും. അതെങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്തത്? സർ, ജോലി രാജിവെച്ചപ്പോ ഞാൻ LNTയിലും സായന്ത് MRFിലുമായിരുന്നു. അപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒരു രീതിയിൽ റിസൈൻ ചെയ്ത് വരാൻ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരുടെ പൊട്ടൻഷ്യൽ, എനിക്ക് തോന്നിയിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെ പൊട്ടൻഷ്യൽ വാസ് ബിയോണ്ട് വാട്ട് എവർ വി വർ ഡൂയിങ് ഇൻ ദാറ്റ് കമ്പനി. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് വന്നത്. എന്നാലും നല്ലൊരു ജോലി രാജിവെച്ചിട്ട് വരാം. സോ ഞങ്ങൾ രണ്ടുപേരും ഈ പറഞ്ഞത് 2 അറ്റംപ്റ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫ്ലോപ്പ് ആയപ്പോഴും സെക്കൻഡ് അറ്റംപ്റ്റ് വാസ് ദി അറ്റംപ്റ്റ് എന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലുണ്ട്. അപ്പം അത് ആ ഒരു ഫ്യൂല് വെച്ചിട്ടാണ് ഒരു November, December വരെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. എന്തായാലും ഈ അറ്റംപ്റ്റ് അപ്പൊ മെയിൻസ്, അപ്പൊ നമ്മൾ ഓപ്ഷനിൽ വർക്ക് ചെയ്യുന്നു, എസ്സേ നമ്മുടെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റ്സ് നമ്മൾ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതായിരുന്നു എനിക്ക് തോന്നുന്നു മെയിൻ മോട്ടിവേറ്റിംഗ് ഫാക്ടർ. ബിക്കോസ് ദിസ് ഇസ് ഗോയിങ് ടു ബി ദി അറ്റംപ്റ്റ്. പിന്നെ ഏജ് ഒക്കെ കൂടി വരാണല്ലോ. അപ്പം വി ഡിഡ്ന്റ് വാണ്ട് ടു വേസ്റ്റ് എനി ടൈം. ഇല്ലെങ്കിൽ നെക്സ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കാൻ പോകുന്നത് എന്തെങ്കിലും ജോലി നോക്കിയിട്ടായിരിക്കും എന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ട്. എന്ന് വെച്ചാൽ വി ഹാവ് ടു ഡു ഇറ്റ് നൗ. അപ്പൊ ആ ഒരു ഏർജൻസി ഉണ്ടായിരുന്നു. ആ രാജിവെക്കുമ്പോൾ ഒരു മെയിൻ ഫാക്ടർ ഇതായിരുന്നു, നമ്മൾ ആദ്യം തന്നെ ഡിഫൈൻ ചെയ്യണം നമ്മൾ എത്ര തവണ ഈ എക്സാം കൊടുക്കുന്നത്. അത് അങ്ങനെ ഒരു മൈൻഡിൽ അങ്ങനെ ഒരു എയിം വെക്കാതെ വന്നു കഴിഞ്ഞാലാണ് നമുക്കൊരു ഇത്. അപ്പം എൻ്റെ ഫസ്റ്റ് ഇത് പോയപ്പോഴും ഞാൻ കുറച്ചും കൂടെ മെന്റലി ഡൗൺ ആയിരുന്നു സാർ. അപ്പം ഞാൻ മുനി സാറിനോടൊക്കെ സംസാരിച്ചിട്ട് ഹി ഹെൽപ്പ് മീ ലോട്ട് വിത്ത്, ഇപ്പം മേ ബി ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതിലെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ടൈമിന് പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത ആഗസ്റ്റിൽ ഞാൻ CAPF എക്സാം എഴുതുന്നു, അത് ക്ലിയർ ചെയ്യുന്നതും അതെൻ്റെ എന്നെ പേഴ്സണലി മെന്റലി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇപ്പം കറന്റ് വർക്ക് ചെയ്യുന്നത്, അതായത് അസിസ്റ്റന്റ് കമാൻഡറായിട്ട് സർവീസ് സീമാവലിൽ എത്തിയതും. അപ്പൊ ഇതൊക്കെ എൻ്റെ ഒരു കോൺഫിഡൻസിനെ പിന്നെ ഒന്ന് അപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് നമ്മുടെ ആ ഒരു നമ്മളെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 അറ്റംപ്റ്റ് കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫ്ലോപ്പ് ചെയ്തപ്പം ഒരു അറ്റംപ്റ്റ്, ദിസ് ഈസ് ദ ലാസ്റ്റ് അറ്റംപ്റ്റ് ആൻഡ് വി ഹാവ് ടു ഡു ഇറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഒരു രീതിയിലാണ് നമ്മൾ ആ സെക്കൻഡ് അറ്റംപ്റ്റിനെ കണ്ടത്. അപ്പൊ അതിന്റെ ആ ഒരു ഏർജൻസി ഉണ്ടായിരുന്നു. ദാറ്റ് ഹെൽപ്പ്. ഈ പ്രിപ്പറേഷന്റെ പാർട്ട് ആൻഡ് പാർസൽ ആണ് സ്ട്രെസ് മാനേജ്മെന്റ്. അത് നിങ്ങൾ എങ്ങനെ അച്ചീവ് ചെയ്തേ? സർ പറഞ്ഞ പോലെ തന്നെ
ജനറലി നമ്മൾ ഈ അക്കാഡമിക് പാർട്ട് ഓഫ് UPSC എക്സാം ഭയങ്കര ഡിസ്കസ് ചെയ്യുന്ന ഒരു ആസ്പെക്ട് ആണ്. പക്ഷെ അതിന്റെ കൂടെ ഒരു മെന്റൽ ചാലഞ്ച് ഉണ്ട് ഫോർ UPSC. അത് കുറെ രീതിയിലുണ്ട്. ഒന്ന് സ്ട്രെസ് ആയിട്ടുണ്ട്, ഒന്ന് സ്ട്രാറ്റജി ആയിട്ടുണ്ട്, ഒന്ന് റിസ്ക് ടേക്കിംഗ് ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രെങ്ത് വീക്ക്നെസ് എങ്ങനെയാണ് എന്നുള്ളതിലൊക്കെ ഈ മെന്റൽ ആസ്പെക്ട് വരുന്നുണ്ട്. ഐ തിങ്ക് ദറ്റ് ഈസ് ലെസ് ഡിസ്കസ്ഡ്. അപ്പം ഈ സ്ട്രെസ്സിന്റെ കാര്യം പറയുമ്പം സർ, ഒന്ന് ഈ പറഞ്ഞ പോലെ ഇപ്രാവശ്യം ചെയ്യണം എന്നുള്ളപ്പം ദാറ്റ് ഐ തിങ്ക് എനിക്ക് പേഴ്സണലി എന്റെ സ്ട്രെസ്സിനേക്കാളും എന്റെ ഗോള് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ബേൺ ചെയ്തിരുന്നു. അപ്പൊ സ്ട്രെസ് ഉണ്ട്, ശരിയാണ്, പക്ഷെ ആ ഗോൾ ഉള്ളതുകൊണ്ട് ഐ വാസ് വർക്കിംഗ് എവറി ഡേ. അപ്പം എനിക്ക് എന്റെ വർക്കിലൂടെ ഞാൻ ഒരു ലെവൽ ഓഫ് സ്ട്രെസ് മാനേജ് ചെയ്തിരുന്നു തോന്നുന്നു. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ എം ലൈക്ക് ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അപ്പൊ എനിക്ക് ഒരു പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു റിവാർഡ് കിട്ടും എന്നുള്ളൊരു കംഫർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും, അല്ലെങ്കിൽ ഇപ്പം അക്ഷയ ആയാലും പാർവതി സച്ചിനൊക്കെ ആയിട്ടായാലും പുറത്ത് കുറെ പോവായിരുന്നു, ഫുഡ് കുറെ കഴിക്കുമായിരുന്നു. അപ്പൊ ഒന്നിരാടം പുറത്ത് പോകും മിക്കവാറും ഫുഡ് കഴിക്കാൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വാട്ടർഫോൾസ് പോവാ. ഇവിടെ കുറെ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്, പൊന്മുടി സൈഡിൽ, കൊല്ലത്ത് സൈഡിലൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ പോകും. സാർ, ഇതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സ്ട്രെസ്, എനിക്ക് നന്നായിട്ട് സ്ട്രെസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എത്രത്തോളം വർക്ക് ചെയ്താൽ കിട്ടുക എന്നുള്ളൊരു ആ ഒരു ഫോക്കസ്ഡ് മാത്രമായി പോയിട്ട് അതാണ് എനിക്ക് കൂടുതലായിട്ട് സ്ട്രെസ് വന്നത്. സെക്കൻഡ് അറ്റംപ്റ്റ് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏത് ടോപ്പറാ പറഞ്ഞതെന്ന് അറിയത്തില്ല, നമ്മുടെ സോഷ്യൽ ലൈഫ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് UPSC പ്രിപ്പറേഷൻ വേണം. അപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ട് ബിൽഡ് ചെയ്തു. അപ്പം ഈ ദേവി പറഞ്ഞ നമ്മൾ ചിലപ്പോൾ ലേറ്റ് നൈറ്റ് നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞ നമ്മൾ ചിലപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ പോകും, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അല്ലാതെ നമ്മളിപ്പോൾ മൂവീസിന് പോകാറുണ്ട്. അത് പറഞ്ഞപ്പോഴാ മെയിൻസ് ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. സൺഡേ ആണല്ലോ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞങ്ങൾ നാച്ചുറൽസിലുണ്ടാകും കുറഞ്ഞു. അപ്പം അങ്ങനെയുള്ളൊരു ബ്രേക്ക് നമ്മൾ എപ്പോഴും എടുക്കും. പിന്നെ ഇപ്പൊ ശൈലേഷ് സാറും പിന്നീട് ഫോക്കസ് ചെയ്തൊരു കാര്യമാണ്, നമ്മളിപ്പോ ഒരു ബ്രേക്ക് എടുക്കുന്നത് ഒരു പാപമല്ല. എനിക്ക് പേഴ്സണലി എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ ഈ ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ എന്തോ ഒരു ഭയങ്കര നമ്മളോട് എന്താ ചെയ്യുന്നത് ഭയങ്കര ഒരു പാപമായിട്ടൊക്കെ ഇത് ഫീൽ. അതായിരുന്നു എന്നെ മെന്റലി ഡ്രെയിൻ ഔട്ട് ചെയ്തു. ശൈലേഷ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ബ്രേക്ക് എടുക്കുമ്പോൾ പ്രോപ്പറായി ബ്രേക്ക് എടുക്കും, അതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ എനർജി കിട്ടുക ചെയ്യുക. അപ്പോൾ അതിന്റെ ഒരു ഫോക്കസ് എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു പ്ലാൻ ചെയ്യുകയാണ്, നമ്മൾ ഇന്ന് രാത്രി ഇപ്പോൾ ഫ്രണ്ട്സിന്റെ, പിന്നെ ഈ സെക്കൻഡ് നമ്മൾ എല്ലാ ബർത്ത്ഡേസ് ഒക്കെ നമ്മൾ സെലിബ്രേറ്റ്, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യും, ഇപ്പൊ ഇന്ന് ബർത്ത്ഡേ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഒരു 2 ദിവസം മുന്നേ നമ്മളപ്പോൾ നമുക്കറിയാം ഒരു മിനിമം 3 to 4 hours നമ്മൾ സ്പെൻഡ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഹാഫ് ഡേ നമ്മൾ എൻജോയ് ചെയ്യാൻ പോകും. അപ്പൊ നമ്മൾ അതിന് 2-3 ദിവസം മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ മിനിമം എക്സ്ട്രാ പഠിച്ചിട്ട്, അതിന്റെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ പഠിക്കുക, നമ്മൾ ഇതിനെ ടേബുലേറ്റും ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ ദിവസം ഒരു ആപ്പ് വെച്ചിട്ട് ഓരോ ദിവസം നമ്മൾ എത്ര മണിക്കൂറാണ് പഠിച്ചത്, ഏത് സബ്ജക്ട് എത്ര മണിക്കൂറാണ് പഠിച്ചത്. അതായത് നമ്മളിപ്പോ 8 hours പഠിച്ചത്. സാർ, ഇത് ക്ലോക്കിഫൈ എന്ന് പറയുന്ന അതൊരു ഫ്രീ വേർഷൻ ഓഫ് ആപ്പ് ആയിരുന്നു. ഇതിനകത്തുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് ബേസിക്കലി നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. ഇതൊരു പ്രോജക്ട് ബിസിനസ് ഇതുണ്ട്. നമ്മൾ ഓരോ പ്രൊജക്ടിന് എത്ര, നമ്മുടെ ഓരോ പ്രൊജക്ടിന്റെ പേരും സോഷ്യോളജി, അല്ലെങ്കിൽ ഇപ്പോ പ്രിലിംസ്, അല്ലെങ്കിൽ പ്രിലിംസ് ടെസ്റ്റ്, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ്, ഇതിനൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് സോഷ്യോളജി ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ചിലർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ പറയും ഞാൻ 8 മണിക്കൂർ പഠിച്ചു. ആ 8 മണിക്കൂർ എന്തിനാണ് പഠിച്ചതെന്നുള്ളത്. മാത്രമല്ല സാർ, 8 മണിക്കൂർ ടേബിളിൽ ഇരുന്നു എന്നായിരിക്കും അതിന്റെ ആക്ച്വൽ മീനിങ്. 8 മണിക്കൂർ 4 മണിക്കൂർ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പം ഇത് ഞങ്ങളെന്ന് വെച്ചാൽ ഇപ്പം ഒന്നിച്ചിരുന്ന് പഠിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ സാധനം പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പം ഇപ്പൊ 8 hours അത് ക്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബുക്കിന്റെ മുന്നിൽ ഇരിക്കുന്ന സമയമല്ല, ലിറ്ററലി നമ്മൾ പഠിക്കുന്ന സമയമാണ്. അതിന്റെ നമ്മൾ പുറത്തേക്ക് പോകാൻ, ഇപ്പൊ നമ്മളൊരു വാഷ്റൂം പോവാണെങ്കിൽ പോലും നമ്മൾ അതിനെ പോസ് ചെയ്യും. അപ്പം അത് ക്യാൻസൽ ഔട്ട് ആയിപ്പോയി. ഇപ്പൊ 1 or 2 or 3 minutes ഒക്കെ നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് നമ്മൾ എത്രത്തോളം പഠിക്കുന്നുണ്ടെന്ന് മാത്രമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചാൽ 8 hours പലപ്പോഴും പലർക്കും പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, ചില യൂട്യൂബിൽ ചില അനാലിസിസിന്റെ ഒക്കെ വീഡിയോസ് ആയിരിക്കും ചിലപ്പോൾ കാണുക. അപ്പൊ വി വിൽ ബി ഓഫ് ദി ഇംപ്രഷൻ ദാറ്റ് നമ്മൾ ഇന്ന് 8 മണിക്കൂർ പഠിച്ചു, പക്ഷെ അത് ഔട്ട്പുട്ടിലേക്ക് ഒന്നും തരാൻ പോകുന്നില്ല. നമ്മൾ പഠിച്ചു എന്നാൽ നമുക്കൊരു ഫീലിംഗ് മാത്രമേ തരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു എസ്സേക്ക് 2 essay എഴുതാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ essay അനലൈസ് ചെയ്യാൻ ഞാൻ എത്ര ടൈം, ഒരു വീക്കിൽ ഞാനിപ്പോൾ ഇത്ര ടൈം എസ്സേക്ക്, ഇപ്പോൾ ഞാൻ 2 ദിവസം ഇത്ര കൊടുത്തു, എനിക്ക് മനസ്സിലായി ഒരാഴ്ച ഞാൻ എസ്സേക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈം കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ കൊടുക്കുന്നത് ഓവറായിട്ട് കൊടുക്കുന്നത്, അതെനിക്ക് ചിലപ്പോൾ എൻ്റെ റിസൾട്ടിലേക്ക് ഇതാവാൻ പറ്റില്ല. ഇപ്പോൾ പൊളിറ്റിക്ക് ഞാൻ ഇത്ര കൊടുത്തെങ്കിൽ ഞാൻ മോഡേൺ ഇന്ത്യ ഇപ്പോൾ വി ആർ ലാഗിങ് ബിഹൈൻഡ് ഇൻ മോഡേൺ ഇന്ത്യ പഠിക്കുന്നത്. അപ്പോൾ ടേബിളേറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ ഒരാഴ്ച ഇന്നേ സബ്ജക്റ്റിന് ഇത്ര മണിക്കൂർ കൊടുത്തു. അപ്പോൾ നമുക്കൊരു സ്ട്രീം, അപ്പം ഈ ചില ആൾക്കാർ പറയുമല്ലോ, ഇപ്പം നമുക്ക് പൊളിറ്റി, മോഡേൺ ഇന്ത്യ, ജോഗ്രഫി ആയിരിക്കും കുറച്ചും കൂടെ കൂടുതൽ മാർക്സ് ഗെയിൻ ചെയ്യാം.
ആൻഷ്യൻ ഇന്ത്യ ചിലപ്പോൾ ആൻഷ്യൻ മിഡിൽ അത്രയും ചിലപ്പോൾ ഈ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് തരത്തില്ല. അപ്പൊ നമ്മളിപ്പോൾ ഒരാഴ്ച ഒരു 8 മണിക്കൂർ ആൻഷ്യൻ പഠിച്ച് 2 മണിക്കൂറെ പൊളിറ്റി പഠിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് ഫൈനൽ പ്രിലിംസിന് കിട്ടത്തില്ല. അപ്പൊ ഈ ടേബുലേഷൻ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഠിത്തത്തിനൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ടെസ്റ്റുകൾ എടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഉണ്ട്, മെയിൻസ് ടെസ്റ്റ് സീരീസ് ഉണ്ട്, NCERT ടെസ്റ്റ് സീരീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ടെസ്റ്റ് സീരീസിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തിരുന്നത്? പ്രിലിംസ് ടെസ്റ്റ് സീരീസും മെയിൻസ് ടെസ്റ്റ് സീരീസിൻ്റെയും എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? സർ, ഫസ്റ്റ് വന്നപ്പം ഫസ്റ്റ് ബാച്ച് 2021-22 ഈ NCERT ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നത്. അതും റിലീജിയസ്ലി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ നമുക്കൊരു റെഡിമെയ്ഡ് ഷെഡ്യൂൾ കിട്ടുകയാണ് NCERTs കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ. അപ്പൊ നമ്മൾ ഒരു റൗണ്ട് ഓഫ് ഫസ്റ്റ് റിവിഷൻ ഓഫ് NCERTs അവിടെ തന്നെ തീരുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെയാണ് NCERTs ആക്ച്വലി ഞാൻ വായിച്ചത് മൊത്തം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അറിയാം ഇന്ന ചാപ്റ്റേഴ്സ് ഒക്കെ എനിക്ക് അത്ര പോരാ, അപ്പൊ മാത്രം എടുത്ത് റെഫർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ NCERTയുടെ ബേസിക് ആക്ച്വലി NCERT ടെസ്റ്റ് സീരീസ് ആയിരുന്നു. അത് കഴിഞ്ഞ് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഞാൻ ഈ 2 കൊല്ലവും എടുത്ത്, ഈ 3ാമത്തെ കൊല്ലവും ഞാൻ എടുത്തത് മൊത്തം ഫോർച്യൂൺ തന്നെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ആണ്. അപ്പോ അതിലും ഒരു റെഡിമെയ്ഡ് ആയിട്ട് നമുക്കൊരു ഷെഡ്യൂൾ കിട്ടുകയാണ്. അപ്പോ ബേസിക്കലി വാട്ട് വി ഡു ഇസ് ബാക്കി നമ്മുടെ ടെസ്റ്റുകളെല്ലാം ബാക്കി ഇപ്പൊ മോക്ക് ടെസ്റ്റ് വേറെ എന്തെങ്കിലുമൊക്കെ എഴുതുന്നുണ്ടെങ്കിലൊക്കെ ഇതെല്ലാം ഈ ഒരു ഷെഡ്യൂളിൽ ഫിറ്റ് ഇൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പം ഈ ഒരാഴ്ച ഇപ്പൊ മോഡേൺ ഇന്ത്യ എന്ന് പറയുകയാണെങ്കിൽ നമ്മളപ്പോ നമ്മുടെ NCERT, ഞങ്ങളുടെ ലെക്ചർ നോട്ട്സ്, സ്പെക്ട്രം, ഇതെല്ലാം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ടെസ്റ്റ് സീരീസ് എഴുതുക. പിന്നെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് വേറെ എന്താ സാർ? അത് എനിക്ക് എന്നെ ഹെൽപ്പ് ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു മെത്തഡ്, ഒരു വേ ഓഫ് ഡൂയിങ് പ്രിലിംസ് ടെസ്റ്റ് സീരീസിന് എന്നെ ഹെൽപ്പ് ചെയ്ത് നിതിൻ സാർ പറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് സെയിം ടെക്സ്റ്റ് ബുക്സ് തന്നെ മൾട്ടിപ്പിൾ തവണ വായിക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു ആളാണ് ഞാൻ. അപ്പോൾ നിതിൻ സാറാണ് എനിക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ സെയിം സാധനം തന്നെയാണ് നമ്മുടെ പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസിന്റെ കീഴിലും വരുന്നത്. അപ്പം എൻ്റെ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തെറ്റിച്ച് പഠിക്കുക. അതായിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഒരു വീക്കിനകത്ത് ഫോർച്യൂണിന്റെ ടെസ്റ്റ് ആയിരിക്കും നമ്മുടെ ടാർഗറ്റ്. അപ്പൊ ഇതിന് നമുക്ക് സ്കോർ മാക്സിമം ചെയ്യണം. അപ്പൊ ഇതിന് നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പൊളിറ്റി വീക്ക് ആണെങ്കിൽ നമ്മൾ ആ ടെസ്റ്റ് സീരീസ് ആ ഷെഡ്യൂൾ തന്നെ ഫോളോ ചെയ്തിട്ട് മേ ബി വേറെ എവിടെന്നെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുവാണെങ്കിൽ അതിന്റെ മേ ബി ഒരു 2 എക്സ്ട്രാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ആ വീക്ക് ചെയ്യും. അതായത് എൻ്റെ ഒരു അത് എനിക്ക് തോന്നുന്നു ലാസ്റ്റോടെ എനിക്ക് പ്രിലിംസ് എനിക്ക് ഈസി ചെയ്ത് പോകാൻ പറ്റുന്ന വെച്ചാൽ മൺഡേ, ഞാനിപ്പോൾ ഒരു വീക്ക് തുടങ്ങുന്ന മൺഡേ ഞാൻ എന്ത് ചെയ്യുന്ന ഒരു ടെസ്റ്റ് പേപ്പർ ചെയ്യും. ഇതും എനിക്ക് തോന്നുന്നു ഇതെന്റെ എനിക്ക് തോന്നുന്നു അഖിൽ വി മേനോൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മെന്റർ പറഞ്ഞാൽ എനിക്ക് ഏത് മെന്ററാന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പറഞ്ഞ വെച്ചാൽ നമ്മുടെ ഇത്രയും കാലം ക്ലാസ് കേട്ടല്ലോ, അപ്പൊ ഇനി പഠിച്ചിട്ട് മാത്രമേ ഒരു ടെസ്റ്റ് ചെയ്യാം. അത് പലർക്കും ഉണ്ടാകുന്നൊരു ഈ പറഞ്ഞ പോലെ മെന്റൽ ബ്ലോക്കാണ്. പഠിച്ചതിന് ശേഷം ഞാൻ ടെസ്റ്റ് ചെയ്യാം. പലരും സ്കിപ്പ് ചെയ്യുന്നതിന്റെ റീസൺ അതാണ്. അപ്പൊ ഈ ബ്ലോക്ക് അപ്പൊ തന്നെ കട്ട് ചെയ്യേണ്ടിയിട്ടാണ് പറഞ്ഞത്. മൺഡേ ആ വീക്ക് നിങ്ങൾ പഠിക്കുന്നതിനെക്കാട്ടി മുമ്പ് പൊളിറ്റിയിലാണെങ്കിൽ ഒരു പൊളിറ്റിയിലെ ടെസ്റ്റ് പേപ്പർ ചെയ്യുക. ടെസ്റ്റ് പേപ്പർ ചെയ്ത് ഫോർച്യൂണും ചെയ്യുന്നുണ്ട്. ഫോർച്യൂണ് എനിക്ക് തോന്നുന്നു നമ്മുടെ സൺഡേ ആണെങ്കിൽ ഫ്രൈഡേ ആണ് ഒരു ടെസ്റ്റ് വരുന്നുണ്ട്. അത് തേഴ്സ്ഡേ ആണെന്ന് നമ്മുടെ ഇവാലുവേഷൻ പ്രിപ്പറേറ്ററി ടെസ്റ്റ്. അതല്ലാതെ ഞാൻ മൺഡേ ചെയ്യും. മൺഡേ ചെയ്യുന്ന വെച്ചാൽ ഞാൻ അൺപ്രിപ്പയർഡ് ആയിട്ട് ക്ലാസ്സിൽ മാത്രം കേട്ട് എന്റെ മെമ്മറി വെച്ചിട്ട് ഞാൻ എത്രത്തോളം ചെയ്യാൻ പറ്റും ഇത് നമ്മൾ അനലൈസ് ചെയ്യും. അതിനുശേഷമായിരിക്കും ഞാൻ ചിലപ്പോൾ ഈ പ്രിപ്പറേറ്ററി ടെസ്റ്റ് ചെയ്യുക. അപ്പൊ ഞാൻ 2 ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ പറ്റുന്ന മിസ്റ്റേക്സ് ഒക്കെ എനിക്ക് സില്ലി മിസ്റ്റേക്സ് വരുന്നത് അതൊക്കെ ഇവാലുവേറ്റ് ആയിരിക്കും ഞാൻ പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസിലേക്ക് വരുന്നത്. പ്രിലിംസിന്റെ അങ്ങനെയാണ് പോയത്. അപ്പം ഞാൻ നിതിൻ സാറിന്റെ കാര്യം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് പറഞ്ഞു അപ്പം എത്രത്തോളം ടെസ്റ്റ് പേപ്പർ ചെയ്യുക, നീ ഇപ്പം നിനക്കിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നീ കീ വെച്ചിട്ട് പഠിച്ചോ. കീ വെച്ചിട്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് പിന്നീട് നമ്മുടെ നോട്ട്സ് മേക്കിങ്ങിലേക്കും നമ്മൾക്ക് കീയിലേക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന സാധനങ്ങൾ പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യും. അപ്പം ഇത് എല്ലാം ഒന്നും ചെയ്യില്ല. പ്രിലിംസ് കീ നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് കീ വായിക്കുമ്പോൾ ഞാൻ നോട്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ ഞാൻ എടുക്കുള്ളൂ. ഇഷ്ടം ഇൻ ദ സെൻസ് ഒബ്വിയസ്ലി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവും, പക്ഷെ എല്ലാ പോയിന്റ് ഉണ്ടാവില്ല. ഇപ്പൊ എന്തെങ്കിലും സിനിമയിൽ ഞാൻ കണ്ടിട്ട് എനിക്ക് പരിചയമുള്ള എന്തെങ്കിലും ഒരു പ്ലേസസിനെ പറ്റിയിട്ടാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ റെഫർ ചെയ്തിട്ട് അപ്പൊ അതെന്റെ മൈൻഡിലുണ്ട്, അപ്പൊ അതായിരിക്കും ഞാൻ എഴുതുക. അതേസമയം എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും, ഇപ്പൊ എനിക്ക് സയൻസ് ടെക് ഇഷ്ടമാണെങ്കിൽ അതിന്റെ ഇത്തിരി ഫോക്കസ് ചെയ്തിട്ട്, കാരണം അതൊക്കെ ഈ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സിലാണ് അത് റെലവെന്റ് ആയിട്ട് വരിക. അപ്പം പ്രിലിംസ് ചെയ്തോണ്ടിരുന്നപ്പം സെക്കൻഡ് ടൈം 2023 പ്രിലിംസിന് വേണ്ടിയിട്ട് ഞങ്ങൾ കറണ്ട് അഫയേഴ്സ് കമ്പാരിസൺസ് ഒന്നും യൂസ് ചെയ്തിരുന്നില്ല. മോക്ക് ടെസ്റ്റുകൾ ചെയ്യും, അതിലത്തെ കീന്ന് കറണ്ട് അഫയേഴ്സ് എടുക്കും, പിന്നെ ഡെയിലി ക്വിസസ് ചെയ്യും. അത് കുറെ ഫ്രീ ആയിട്ട് ടെലിഗ്രാം ചാനൽ നമ്മുടെ ഫോർച്യൂൺ നമ്മുടെ 5 days ക്വിസസ് വരുമല്ലോ. അപ്പം എൻ്റെ അതും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കമ്പൈലേഷൻസ് വായിക്കുമ്പോൾ നമ്മളൊരു ബുക്ക് വായിക്കുന്നത് അതിനെ എത്രത്തോളം നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നത് ഡൗട്ട്ഫുൾ ആണ്. ഒരു ക്വിസ് ചെയ്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ നമ്മൾ ആ തെറ്റ് കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. അപ്പൊ ഞാൻ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഈ
ക്യുസ് ചെയ്തിട്ട് ക്യുസിന്റെ ബേസിസിലാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ബേസിലാണ് നമ്മൾ നോട്ടും ഉണ്ടാക്കിയത്. അപ്പം പിന്നെ സർ ക്വിസ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലോജിക്ക് നമ്മളവിടെ പ്രയോഗിക്കുക. കാരണം ഇവഞ്ച്വലി പ്രിലിംസ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ 100 ക്വസ്റ്റ്യൻസിൽ 15 ക്വസ്റ്റ്യൻസ് മാക്സിമം നമുക്ക് അറിയാവുന്നത് അറിയാവുന്നുണ്ടെങ്കിൽ ഉണ്ട്. ബാക്കി മൊത്തം നമ്മൾ റിസ്ക് എടുക്കുക. അപ്പം അറിയാത്ത ക്വസ്റ്റ്യൻസിന് ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രാക്ടീസ് കറണ്ട് അഫയേഴ്സ് ചെയ്യുമ്പോൾ മൊത്തം റിസ്ക് എടുത്താ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ലോജിക്കിന്റെ അവിടെ ഒരു പ്ലേ വരുന്നുണ്ട്. അപ്പൊ ദാറ്റ് ഓൾസോ ഹെൽപ്സ്. ലൈക് ഫൈനൽ ഇവഞ്ച്വലി നമ്മൾ എക്സാം എഴുതുമ്പോഴും നമുക്ക് റിസ്ക് എടുക്കാനായിട്ട് അത്ര പേടി ഉണ്ടാവില്ല. അപ്പൊ ഒന്ന് സ്ട്രാറ്റജൈസ് ചെയ്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സർ മെയിൻ ടെസ്റ്റ് സീരീസിലും ഇതാണ് ചെയ്തത്. നമുക്ക് നമ്മുടെ രണ്ടാളുടെയും മെന്റർ നിതിൻ സാർ ആയിരുന്നു. അപ്പൊ നിതിൻ സാർ ഒരു ടെസ്റ്റിന് മുന്നേ നമുക്കൊരു മിനിമം ഒരു 5-6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതും മേ ബി ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആവാം, അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സ് ആയിരിക്കും, അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി സാറ് പറയുന്നത് വെച്ചാൽ 4 ക്വസ്റ്റ്യൻസ് മിനിമം നിങ്ങൾ ഡെയിലി എഴുതണം. അതിൻ്റെ അകത്ത് 4 GS, ആ GSന് അതിന്റെ കൂടെ ഒരു മിനിമം 2 or 3 ഓപ്ഷണൽ ടെസ്റ്റ്. അപ്പൊ 7 ക്വസ്റ്റ്യൻസ് എ ഡേ. അത് നമ്മളൊരു 1 അങ്ങനെ ഒരു ടൈം പീരീഡ്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എഴുതിയിട്ട്, അതായത് നമ്മളെ സൺഡേ വരുന്ന നമ്മുടെ ഫോർച്യൂണിന്റെ ടെസ്റ്റ് നമ്മൾ ടാർഗറ്റ് വെക്കുക, അതിന് മാക്സിമം സ്കോർ ചെയ്യുക. അതിന് മുന്നേ ഇതിന്റെ ബേസിസിൽ നമ്മൾ ഇതിന് മുമ്പേ ഇതിന്റെ സിമിലർ സിലബസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമ്മളൊരു 7 into 6 അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ മിനിമം നമ്മുടെ ലാസ്റ്റ് 20 ക്വസ്റ്റ്യൻ മുന്നേ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. അതിൽ പലതും നമ്മൾ നിതിൻ സാറിന് കാണിക്കുകയും ചെയ്യും. അപ്പൊ സാർ ചിലപ്പോൾ സാർ പലപ്പോഴും നമുക്ക് ഫീഡ്ബാക്ക് തരും, ഇതിന് കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മുടെ മെയിൻ ടെസ്റ്റ് സീരീസ്. പിന്നെ മെയിൻ ടെസ്റ്റ് സീരീസിൽ മൺഡേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ക്ലാസ്സസ് ഉണ്ടാവും. അപ്പൊ അവർ ടോപ്പിക്സ് തരും. അപ്പൊ ആ ടോപ്പിക്സ് വെച്ചിട്ടാണ്, അപ്പൊ കറണ്ട് അഫയേഴ്സ് റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണല്ലോ തരിക. ഇപ്പൊ ലൈക് 150th ബർത്ത് ആനിവേഴ്സറി ഉള്ള ആൾക്കാരുടെ ഒരു പേരൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മളപ്പോ ഒന്ന് സെർച്ച് ചെയ്ത് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെയാണ് മെയിൻസിന്റെ നോട്ടും ടെസ്റ്റ് സീരീസിന്റെ കൂടെ തന്നെ വരിക. പിന്നെ ഈ പറഞ്ഞ നിതിൻ സാറിന്റെ കാര്യം പറയുമ്പോൾ നിതിൻ സാറാണ് ഞങ്ങളുടെ ഒരു പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇപ്പൊ ഞാനും സായന്തും ഒന്നിച്ചിരുന്ന് മെയിൻസ് പഠിക്കുമ്പം ഒരു 11:45-12 മണിയൊക്കെ വരെ ഞങ്ങള് ഇരുന്ന് പഠിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് കിടക്കാനായിട്ട് ഒരു 12:30 ആയി പോകുമ്പോഴായിരിക്കും നമ്മൾ നേരത്തെ ചോദിച്ച എന്തെങ്കിലും ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് അതല്ലാണ്ട് ലിങ്ക് ഒന്നും അല്ല, സാറ് ടൈപ്പ് ചെയ്തിട്ടാണ് അത് മൊത്തം അയക്കുന്നത്. അപ്പൊ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് സാർ ഇതുവരെ കിടന്നിട്ടില്ല, സാറ് ഇപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ചതിന്റെ ആൻസർ സാറ് ഇപ്പൊ അയച്ചത്. അപ്പൊ നമ്മൾ കിടക്കുന്നതും ഇനിയും ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാ പിറ്റേ ദിവസം എണീക്കുമ്പോൾ ഇതേപോലെ 5 മെസ്സേജ് ഉണ്ടാവും. അപ്പൊ എവറി ഡേ ദാറ്റ് വി ആർ വേക്കിംഗ് അപ്പ് വിത്ത് എ നോഷൻ ദാറ്റ് വി ഹാവ് ടു ഡു മോർ. എക്സാം എഴുതാത്ത ഒരാൾ നമുക്ക് വേണ്ടി ഇത്ര എഫേർട്ട് ഇടുമ്പോൾ വി ഹാവ് ടു ഡു മോർ എന്ന് പറഞ്ഞിട്ടാണ് എവറി സിംഗിൾ ഡേ വി ആർ വേക്കിംഗ് അപ്പ് ലൈക്ക് ദാറ്റ്. അപ്പൊ അതൊരു വലിയ പുഷാ. എസ്പെഷ്യലി ആ ഒരു 3 മാസം ഇറ്റ്സ് ലൈക് പ്രിറ്റി മച്ച് ഒരു വാർ സിറ്റുവേഷൻ ആണല്ലോ. അപ്പൊ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണം. അപ്പൊ സാറിന്റെ ഒരു പുഷ് സാറിന്റെ സൈഡിൽ നിന്ന് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മുടെ ഈ കോൺവെർസേഷനിൽ ശൈലേഷ് സാറിനെ കുറിച്ച് പറഞ്ഞു, നിതിൻ സാറിനെ കുറിച്ച് പറഞ്ഞു, ഇംതിയാസ് സാറിനെ കുറിച്ച് പറഞ്ഞു, അഖിൽ മേനോൻ സാറിനെ കുറിച്ച് പറഞ്ഞു, IAS now. അപ്പം ഇവിടെ ഫോർച്യൂണിലുള്ള ഫാക്കൽറ്റി അല്ലെങ്കിൽ മെന്റേഴ്സ്, അപ്പൊ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്ന് പറയാമോ? സർ, എനിക്ക് ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ മെന്റേഴ്സിനോട് അങ്ങോട്ട് കയറി സമീപിക്കാൻ ഒരു പേടിയിൽ ഇതാകരുത്. ഇപ്പൊ ശൈലേഷ് സാർ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അപ്പൊ പലപ്പോഴും ആൾക്കാർക്ക് സാറ് അപ്രോച്ച് ചെയ്യണം. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ഹെസിറ്റേറ്റ് ചെയ്യില്ല. അപ്പൊ ഞാൻ ഹെസിറ്റേറ്റ് ചെയ്യുക, അതെനിക്ക് മനസ്സിലായ കാര്യം. ഒരു 120 ഒരു സൈസ് വരുന്ന ഒരു ബാച്ച് ഉണ്ട്. സാറിന് എല്ലാ ആൾക്കാരെയും എല്ലാ ദിവസവും പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യുമ്പോഴാണ് സാറിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. അപ്പം ഇപ്പൊ പണ്ട് പറയുന്നത് കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്ന ഒരു ഇതിൽ, അപ്പൊ ഞാൻ ഒരിക്കലും എനിക്കൊരു ഹെൽപ്പ് വേണമെങ്കിൽ സാറിനെ സമീപിക്കാൻ ഞാൻ ഒരിക്കലും ആ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് എനിക്ക് ശൈലേഷ് സാറുമായിട്ട് ഇത്തിരി നല്ലൊരു ഹെൽത്തി ഒരു മെന്റർ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യ മെന്റർ എന്ന് പറയുമ്പോൾ ഒരു ടീച്ചറാണ് എനിക്ക് സത്യം പറഞ്ഞത്. അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ടെസ്റ്റ്, ഇപ്പൊ നമ്മൾ ഏതൊരു ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ, ഇപ്പൊ പ്രിലിംസിന്റെ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ 2 ദിവസം മുന്നേ നമ്മൾ ശൈലേഷ് സാർ കാണും. മെയിൻസിന്റെ ഇതിന് മുന്നേ 2 ദിവസം മുന്നേ ശൈലേഷ് സാർ കാണും. ഈവൻ ഞാൻ CAPF ജോയിൻ ചെയ്യുന്നതിനേക്കാൾ മുന്നേ പോലും ശൈലേഷ് സാറിനെ കണ്ടിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു റിച്വല് പോലെയാണ് നമ്മള് എന്നുവെച്ചാ ഈ പ്രിലിംസിന്റെ 2-3 ദിവസം മുമ്പ് എന്ന് പറയുമ്പോ നമ്മളെല്ലാരും അയ്യോ എന്നുള്ളൊരു രീതിയിലാണ് ജനറലി ഇരിക്കുക. അപ്പൊ ആ ഒരു പ്രഷർ മാറിയിട്ട് ഒരു പവർ ബൂസ്റ്റ് ആ സാറിനോട് സംസാരിക്കുമ്പോൾ. അപ്പൊ സാറ് സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, സാറ് വളരെ പ്രാക്ടിക്കൽ ആയിട്ട് പേടി എന്ന് പറഞ്ഞാൽ എന്താണ്, പേടി എന്ന് പറഞ്ഞാൽ സൊസൈറ്റി നമ്മളില് ഇമ്പോസ് ചെയ്യുന്ന ഒരു കൺഫോമിറ്റി മെഷർ ആണെന്നൊക്കെ പറഞ്ഞു തരും. അതൊക്കെ ഞാൻ CAPF ജോയിൻ ചെയ്ത സമയത്ത് സാറാണ് പറഞ്ഞത്, എനിക്ക് ഞാൻ ഹാപ്പിയാണെന്ന് വെച്ചാൽ ഞാൻ ഹാപ്പിയാണ്, യു ഗോട്ട് ഇൻ ടു എ വെൽ
ഒരു നല്ലൊരു ജോബ് കിട്ടി എന്നുള്ള ഹാപ്പി ഉണ്ട്. പക്ഷേ ഐ ഡോണ്ട് വാണ്ട് യു ടു ബി സെറ്റിൽ ദെയർ ബിക്കോസ് യു ഹാവ് ഗ്രേറ്റർ പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മുടെ ടീച്ചർ നമ്മളോട് തന്നെ പറയാണ് നമ്മൾ തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ അതൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര ഇതാണ്. അതിന് പുറമെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ സൈലേ സാറിന്റെ കാര്യം ഇതാണെങ്കിൽ, ഇപ്പം മുനി സാറിന്റെ കാര്യമാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു മെന്റൽ നമുക്കൊരു ഭയങ്കര ഇത് വരുന്ന സമയത്ത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈവൻ സാറ് പോലും ഇങ്ങനെ സ്ട്രഗിൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ഹി ഗെയിം ചെയ്ത് ഒപ്പീനിയൻ നമുക്കൊരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതൊന്നും തെറ്റല്ല. അപ്പൊ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അതിനകത്ത് നിതിൻ സാറുമായിട്ട് ക്ലാസ്സസിന്റെ ഇടയിൽ ബ്രേക്കിന്റെ ഇടയിൽ ഇന്ററാക്ഷൻസ് ആണ് എന്നെ പ്രിലിംസിന്റെ എൻ്റെ ഒരു മെത്തേഡ് എന്നെ ഇതാക്കുക. പലരും ടെക്സ്റ്റ് ബുക്സ് മൾട്ടിപ്പിൾ തവണ വായിക്കുമ്പോഴും എന്നോട് സാറാണ് പറഞ്ഞത് ഞാനൊക്കെ ചെയ്തതെന്ന് ഞാൻ മൾട്ടിപ്പിൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന എത്രത്തോളം നമ്മൾ കൂടുതൽ സാറന്മാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നോ അത്രത്തോളം നമ്മളത് ഹെൽപ്പ് ചെയ്യുമെന്ന് ഉള്ളതാണ് ഒരു ഫാക്ട് ആയിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം സർ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പൊ നമുക്ക് ചെറിയൊരു റാപ്പിഡ് ഫയർ റൗണ്ട് വെച്ച് വൈൻഡപ്പ് ചെയ്യാം. വളരെ ഷോർട്ട്, ഐഡിയലി ഒരു 1-2 സെന്റൻസസിൽ ഉത്തരം പറയുക. ഫസ്റ്റ് ദേവി, പിന്നെ സയൻസ്. അപ്പൊ ഞാൻ ഒരു വേർഡോ സെന്റൻസോ പറയും, അതിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ മതി. മോസ്റ്റ് ഫേവറേറ്റ് മൊമെന്റ് ഇൻ ഫോർച്യൂൺ ഐഎസ് അക്കാഡമി? ഐ തിങ്ക് എന്നോട് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ദേവിയുടെ നമ്മൾ ഒന്നിച്ചിരുന്ന് റീഡിംഗ് റൂമിലിരുന്ന് പഠിച്ചതാണെന്നോ, അപ്പൊ അത് കാണുമ്പം ഇതൊരു വലിയ ജൈഗാന്റിക് സംഭവം അല്ല UPSC, ബട്ട് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് എവറിബഡി ക്യാൻ ടാക്കിൾ എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നത് എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് തോന്നിയത്. സർ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് സൈലേ സാറിന്റെ ക്ലാസ് ആണ്. അതെനിക്ക് സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു മൂവി പോലെയാണ്. ഐ വുഡ് ഓൾവേസ് റിമെമ്പർ ദ നറേഷൻ ഹി ഗേവ്. അത് ഭഗത് സിംഗിന്റെ ഒരു ഇതുണ്ട്, അത് ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും. അതാണ് എന്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ്. കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ was based on quizzes, not just comparisons, because comparisons are boring. സെയിം സർ, ക്വിസസ് വർക്ക്സ്. കമ്പാരിഷനെക്കാളും കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് ക്വിസസ് ആണ്. പിയർ ഗ്രൂപ്പ് is very energizing. അതാണ് സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് നിൽക്കുന്നത്. സാർ എനിക്ക് കേടുന്നത് നമ്മുടെ ചിത്രം ചുമരിൽ കയറ്റുമോ, നമ്മുടെ ആ രമിത് സാറ്, അതായത് രമിത് ചന്ദ്ര സാറും മറ്റേ ഹരിക്കൽക്കാട് സാറിനെ പോലെ നമ്മുടെ അതായിരുന്നു വൺ ഓഫ് ദ ഒരു മനസ്സിലൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്നുണ്ടല്ലോ, നമ്മുടെ ചിത്രം അവിടെ വരണം എന്നുള്ളത്. അതാണ് ആ പിയർ ഗ്രൂപ്പും അതിന്റെ ഒരു ഇതിലാണ് ഉണ്ടായത്. പാരന്റ്സ് റോക്ക് സപ്പോർട്ട്. എന്റെ അമ്മയൊക്കെ എന്റെ കൂടെ വന്ന് നിന്നിരുന്നു എക്സാമിനൊക്കെ മുമ്പ്. ഇതില്ല, അമ്മ ഇല്ലായിരുന്നെങ്കിൽ എന്തായാലും സീനായാനെ. അച്ഛനാണ് എല്ലാത്തിനും ഓടി നടന്നത്. അപ്പൊ സർ പാരന്റ്സ് ഒബ്വിയസ്ലി ദേവി പറഞ്ഞ പോലെയാണ്. എൻ്റെ അമ്മ ഞാൻ റിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഫസ്റ്റ് ഒപ്പീനിയൻ ചോദിച്ചാൽ എൻ്റെ അമ്മേനോട്. അപ്പോൾ അമ്മ പറഞ്ഞു നിനക്ക് ചെയ്യണമെന്നുണ്ട്, നീ ചെയ്യും എന്ന് നിനക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ നീ റിസൈൻ ചെയ്തോ. ബാക്കി ആൾക്കാർ, കാരണം മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു MRF ഗവൺമെന്റ് ടൈപ്പ് ജോബാണ്, അപ്പം നീ ചെയ്തോ, ബാക്കിയൊക്കെ നോക്കാം. അച്ഛൻ അതുകൊണ്ട് തന്നെ 2 വർഷം എക്സ്റ്റൻഷൻ എടുത്തു. അപ്പം ദേ ആർ ദ പില്ലർ. അവരില്ലായിരുന്നെങ്കിൽ എന്തായാലും നടക്കത്തില്ല. പ്ലാൻ ബി വാസ് റീഎൻട്രിങ് കോർപ്പറേറ്റ് വേൾഡ്, ബട്ട് അതൊരു പ്ലാൻ ഇസൈഡ് പോലെയായിരുന്നു. ബിക്കോസ് UPSC കിട്ടും എന്നുള്ളത് തന്നെയായിരുന്നു, എപ്പോൾ കിട്ടും എന്നുള്ള ഡൗട്ട് മാത്രം ഉണ്ടായിരുന്നു. സർ പ്ലാൻ ബി എനിക്ക് ഇതേപോലെ തന്നെ ഒരു ജോബ്, നമ്മുടെ പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ 2 വർഷം അറ്റംപ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയത് കൊണ്ട് ഒരു ജോലി കിട്ടാതിരിക്കത്തില്ല എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഇതായിരുന്നു. ഒരു പോയിന്റിൽ വെച്ചിട്ട് ചുമടെടുക്കാൻ പോകുന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ചിരുന്നു. Lowest point during UPSC preparation? Lowest point was first prelims കിട്ടാണ്ട് ഒരു സെക്കൻഡ് പ്രിലിംസിന് ഒരു 2-3 മാസം മുമ്പും എന്റെ പ്രിലിംസ് വാസ് മാർക്ക് ഇത്തിരി വേവർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റേബിലൈസ് ആയി. ദാറ്റ് ഐ തിങ്ക് വാസ് ദ ലോവസ്റ്റ് പോയിന്റ്. സർ എന്റെ ലോവസ്റ്റ് പോയിന്റ് എന്റെ സെക്കൻഡ് അറ്റംപ്റ്റിൽ എന്റെ ഓപ്ഷനിൽ ഞാൻ ആന്ത്രപ്പോളജിയിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടും എനിക്ക് ഫീൽ ചെയ്തു ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക്. ഞാൻ കരഞ്ഞുകൊണ്ട് ഒരു ദിവസം ഞാൻ ദേവിനെ വിളിക്കുന്നുണ്ട്, ലൈക്ക് ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൺ. അപ്പം ദേവി പറഞ്ഞു നീ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഓപ്ഷനിൽ മാറണമെന്നുണ്ടെങ്കിൽ ഷീ ഗേവ് മി ദാറ്റ്, നീ സോഷ്യോളജിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ഐ വിൽ ഗിവ് യു ദ ഓൾ സപ്പോർട്ട് വിച്ച് ഇസ് നീഡഡ്. അതായിരുന്നു സാർ. അപ്പം ആ ഒരു ഓപ്ഷൻ ഷിഫ്റ്റ് ചെയ്യണോ സ്വിച്ച് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു ലോവസ്റ്റ് പോയിന്റ്. One final advice to UPSC aspirants? I think it is very important that you be very balanced in whatever you do. അത് ഇപ്പൊ ബ്രേക്ക് എടുക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. ബ്രേക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബാലൻസ്ഡ് ആയിട്ടായിരിക്കും ബ്രേക്ക് എടുക്കേണ്ടത്. വർക്ക് ഇത്രയും ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ബാലൻസ് വിത്ത് റെസ്പെക്ട് ടു ഐഡന്റിഫൈങ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസസ് ആൻഡ് വർക്കിംഗ് ഓൺ ഇറ്റ്. എല്ലാത്തിനും ഒരു ബാലൻസ് ഇല്ലെങ്കിൽ സ്റ്റാഗ്നേറ്റ് ആയി പോകും. നമുക്കിത്
പെർസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. അപ്പൊ ഐ തിങ്ക് ബാലൻസ്. സാർ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന സമയത്ത് 2 സീരിയസ് അറ്റംപ്റ്റ്. അപ്പം ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എത്ര കാലം UPSC സർക്കിളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. അപ്പം അങ്ങനെ നമുക്കൊരു ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക ഡു ഓർ ഡൈ ആറ്റിറ്റ്യൂഡിലേക്ക് വരാൻ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു. ദാറ്റ് വുഡ് ബി മൈ ബിറ്റ് ഓഫ് ആൻ അഡ്വൈസ്. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ കോൺവെർസേഷൻ. ചില സമയത്ത് നമ്മൾ ഒത്തിരി ഇന്റൻസ് ആയി സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. വി ഹാഡ് എ ഷെയർ ഓഫ് ലാഫ്സ്. സോ താങ്ക് യു ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച് സർ. Fortune IAS Academy. More than just an academy.